أعوذ بالله من الشيطان الرجيم. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. സത്യനിഷേധികൾക്ക് ഉദാഹരണമായി നൂഹിന്റെ ഭാര്യയെയും ലൂത്തിന്റെ ഭാര്യയെയും അള്ളാഹു ഇതാ എടുത്തു കാണിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും നമ്മുടെ ദാസന്മാരിൽപ്പെട്ട സദ്വൃത്തരായ 2 ദാസന്മാരുടെ കീഴിലായിരുന്നു. എന്നിട്ട് അവരെ രണ്ടുപേരെയും ഇവർ വഞ്ചിച്ചു കളഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് യാതൊന്നും അവർ രണ്ടുപേരും ഇവർക്ക് ഒഴിവാക്കിക്കൊടുത്തില്ല. നിങ്ങൾ രണ്ടുപേരും നരകത്തിൽ കടക്കുന്നവരോടൊപ്പം കടന്നുകൊള്ളുക എന്ന് പറയപ്പെടുകയും ചെയ്തു. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. സത്യവിശ്വാസികൾക്ക് ഒരു ഉപമയായി അള്ളാഹു ഫിർഔനിൻ്റെ ഭാര്യയെ എടുത്തു കാണിച്ചിരിക്കുന്നു. അവൾ പറഞ്ഞ സന്ദർഭം: എൻ്റെ രക്ഷിതാവേ, എനിക്കിനി നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കി തരികയും ഫിർഔനിൽ നിന്നും അവൻ്റെ പ്രവർത്തനത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കുകയും ചെയ്യണമേ. അക്രമികളായ ജനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. തൻ്റെ ഗുഹ്യസ്ഥാനം കാത്തുസൂക്ഷിച്ച ഇമ്രാന്റെ മകളായ മറിയമിനെയും ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി. തൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവൾ വിശ്വസിക്കുകയും അവൾ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു. വനിതകൾക്കിടയിൽ ഇസ്ലാഹിൻ്റെ ധർമ്മദൗത്യമേറ്റെടുത്ത് 3.5 പതിറ്റാണ്ടായി മുന്നേറുന്ന മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെൻറ്റ് MGM കേരളത്തിൽ സ്ത്രീ നവോത്ഥാന ഭൂമികയിൽ മുദ്ര ചാർത്തിയ വനിതാ നവോത്ഥാന പ്രസ്ഥാനമാണ്. 2019 ജനുവരി 31 മറിയംകുട്ടി സുല്ലമിയ പ്രസിഡന്റും സഫൂറ തിരുവണ്ണൂർ സെക്രട്ടറിയുമായി നിലവിൽ വന്ന MGM കോഴിക്കോട് സൗത്ത് ജില്ലാ സമിതി പ്രബോധന സംസ്കരണ മേഖലകളിലും സ്വന്തമായ ഇടങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു. പഠന ക്യാമ്പുകൾ, ഗൃഹാങ്കണ സദസ്സുകൾ, കുടുംബ സംഗമങ്ങൾ, അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങൾ എന്നിവയോടൊപ്പം ജീവകാരുണ്യ മേഖലകളിലും MGM കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. 9 മണ്ഡലങ്ങളിൽ 90ഓളം ശാഖകളിലായി നടന്നുവരുന്ന മർഹമ ഭക്ഷ്യക്കിറ്റ് പ്രൊജക്റ്റ് നിർധന കുടുംബങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ തണലൊരുക്കുന്നു. ഹെൽപ്പിംഗ് ഹാൻഡ്സ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് തുടങ്ങി ആതുര സേവന മേഖലകളിൽ MGM പ്രതിനിധികൾ കർമ്മനിരതരാണ്. പ്രളയവും പ്രകൃതി ദുരന്തങ്ങളുമുണ്ടായപ്പോൾ ആശ്വാസദൂതുമായി MGM ഭാരവാഹികൾ ദുരന്തഭൂമിയിൽ ഓടിയെത്തി. അറിവിൻ്റെ നറുമുത്തുകൾ പങ്കിടാൻ നിസ്വ പോലുള്ള ഓൺലൈൻ കൂട്ടായ്മകൾ സൃഷ്ടിച്ച് വിജ്ഞാന വിനിമയങ്ങൾക്ക് തുറന്ന അവസരമൊരുക്കുന്നു. ഖുർആനിൻ്റെ ദിവ്യപ്രകാശം സ്ത്രീ സമൂഹത്തിലെത്തിക്കാൻ ഖുർആൻ ലേണിംഗ് സ്കൂളുകൾ ശാഖാതലങ്ങളിൽ സജീവമായി നടന്നുവരുന്നു. രാജ്യത്തിൻ്റെ നാനാ ദിക്കുകളിൽ സ്ത്രീത്വം പിച്ചിച്ചീന്തപ്പെട്ടപ്പോൾ
അരുതായ്മകൾക്കെതിരെ ചൂണ്ടുവിരലുയർത്തി പ്രതിഷേധ പോരാട്ടങ്ങളിൽ മുന്നണി പോരാളികളായി ജില്ലയിലെ MGM പ്രവർത്തകരുണ്ടായിരുന്നു. പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ഭരണകൂടം വിവേചനമുയർത്തിയപ്പോൾ നീതിക്കായുള്ള പോർനിലങ്ങളിൽ MGM നിറസാന്നിധ്യമായി നിലകൊണ്ടു. MGMന് ഇനിയും കാതങ്ങളേറെ സഞ്ചരിക്കുവാനുണ്ട്. നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെയും നിഷ്കളങ്കമായ പ്രാർത്ഥനയോടെയും കൈകോർത്ത് ഇസ്ലാഹിൻ്റെ വഴികളിൽ നമുക്ക് പ്രയാണം തീർക്കാം. ധർമ്മധ്വനി MGM കോഴിക്കോട് സൗത്ത് ജില്ലാ പ്രോഗ്രാമിന് തിരശ്ശീല ഉയരുകയായി. സ്വാഗത ഭാഷണത്തിനായി MGM കോഴിക്കോട് സൗത്ത് ജില്ലാ സെക്രട്ടറി സഫൂറ തിരുവണ്ണൂറിനെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷ മറിയക്കുട്ടി സുല്ലമിയ, മറ്റ് പ്രേക്ഷകരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബുദ്ധിയുടെ മതം, മാനവതയുടെ ജീവൻ KNM മർക്കസ് ദഅവ നടത്തിവരുന്ന സംസ്ഥാന ക്യാമ്പയിനിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഊന്നി വിവിധതരം പരിപാടികൾ നടത്തിവരികയാണ്. വനിതാ വിഭാഗമായ MGMഉം കർമ്മരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്നു. അതിന്റെ ഭാഗമായാണ് MGM കോഴിക്കോട് സൗത്ത് ജില്ല ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരു സമൂഹത്തിന്റെ ആദർശ പ്രബോധനത്തിനും മറ്റ് ഉന്നമനത്തിനും പുരോഗതിക്കും സമൂഹത്തിലെ അർദ്ധഭാഗമായ സ്ത്രീകൾക്കും വളരെയധികം പങ്കുവഹിക്കാനുണ്ട്. അതുപോലെ സമൂഹത്തിലുണ്ടാകുന്ന അന്ധവിശ്വാസ ജീർണതകൾക്കും മറ്റക്രമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും നമുക്ക് കഴിയണം. ഓരോ കുടുംബിനെയും തൻ്റെ കുടുംബത്തിൻ്റെ കാവലും കരുതലുമാകണം. അങ്ങനെ കെട്ടുറപ്പുള്ള മൂല്യബോധമുള്ള ഒരു സമൂഹം പകർത്തുയർത്താൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമായി പരമാവധി പരിശ്രമിക്കണം. അതിന് പ്രചോദനം നൽകുന്നത് ആകട്ടെ ഇതുപോലെയുള്ള നമ്മുടെ പരിപാടികൾ. കോഴിക്കോട് സൗത്ത് MGMന്റെ ധർമ്മധ്വനി എന്ന ഈ പരിപാടി സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് മറിയക്കുട്ടി സുല്ലമിയാണ്. അവരെ ഈ പരിപാടിയിലേക്ക് സന്തോഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അരൂർ MLAയും AICC ജോയിന്റ് സെക്രട്ടറിയുമായ മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷയുമായ ഷാനി മോൾ ഉസ്മാനാണ്. അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇവിടെ പ്രഭാഷണം നടത്തുന്നത് ഇസ്ലാമിലെ സ്ത്രീ കാവലും കരുതലും എന്ന വിഷയം സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ അധ്യാപികയും MGM വൈസ് പ്രസിഡന്റുമായ സൈനബ ഷറഫിയ ടീച്ചറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സ്ത്രീകൾ വഹിച്ച പങ്ക് എന്ന വിഷയം സംസാരിക്കുന്നത് അബ്ബാസ് സുല്ലമി അവർകളാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ശാരീരിക വെല്ലുവിളികൾക്കിടയിലും പോസിറ്റീവ് ചിന്ത കൊണ്ട് എല്ലാവർക്കും പ്രചോദനമേറിയ നൂർജലീല മെഡിക്കൽ പ്രവേശനത്തിൽ ഉയർന്ന റാങ്ക് നേടിയ KP ആയിഷ എന്ന വ്യത്യസ്ത തലത്തിൽ പ്രതിഭ നേടിയ 2 മിടുക്കികൾ നമ്മുടെ ഒപ്പമുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ധർമ്മധ്വനി എന്ന ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് MGM സംസ്ഥാന ട്രഷറർ റുക്സാന വായക്കാട്, KNM ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് സുല്ലമി, ISM പ്രസിഡന്റ് ഉസ്മാൻ സിറ്റി, MSM സെക്രട്ടറി നസീൽ ചാലിയം, MGM സ്റ്റുഡൻസ് വിംഗ് പ്രസിഡന്റ് നദാ നസ്രീൻ എന്നിവരാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ എല്ലാ പ്രേക്ഷകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. MGM ജില്ലാ സെക്രട്ടറി സഫൂറ തിരുവണ്ണൂറിന് നന്ദി. അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി MGM കോഴിക്കോട് സൗത്ത് ജില്ലാ പ്രസിഡന്റ് മറിയംകുട്ടി സുല്ലമിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്.
ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ എന്ന ശീർഷകത്തിൽ ചതുർമാസ ക്യാമ്പയിൻ്റെ ഭാഗമായി കോഴിക്കോട് സൗത്ത് ജില്ല MGM സംഘടിപ്പിക്കുന്ന ധർമ്മധ്വനി പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാ. ഇസ്ലാമിലെ സ്ത്രീ കരുത്തും കാതലും എന്ന വിഷയമാണ് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മാമൂലുകളിലും നാട്ടുനടപ്പുകളിലും നട്ടം തിരിഞ്ഞ് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമുദായ മധ്യേയാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന സന്ദേശത്തിൻ്റെ കൈത്തിരിയുമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായിട്ടുള്ളത്. ഈ ഒരു സമൂഹത്തെ ഉത്തമ സമൂഹമാക്കി മാറ്റാൻ പ്രവാചകന് 23 വർഷക്കാലം കൊണ്ട് അവതീർണമായ ശുദ്ധ ഖുർആനിലൂടെ അവ സഹാബത്തിനെ പഠിപ്പിച്ച് അതിലൂടെ മാറ്റിയെടുക്കുവാൻ പ്രവാചകന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ശുദ്ധ ഖുർആനും പ്രവാചകചര്യയും മാതൃകയായി ജീവിക്കേണ്ടുന്ന ബാധ്യത നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. ആ ബാധ്യത ഏറ്റെടുത്തവരാണ് നാം. അവസാനമായി പ്രവാചകൻ നമ്മോട് പറഞ്ഞു, ഫൽയുബല്ലിഹി ഷാഹിദിൽ ഗൈബ, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന്. ആ ദൗത്യം ഏറ്റെടുത്തവരാണ് നാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ വളരെയധികം പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ നമ്മുടെ മുമ്പിലേക്ക് കാഴ്ചവെച്ച പ്രവാചക പത്നിമാരും സഹാബ വനിതകളുമൊക്കെ എന്താണോ അവരുടെ ജീവിതത്തിലൂടെ കാഴ്ചവെച്ചത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണ് നാം ചെയ്യേണ്ടത്. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി രക്തസാക്ഷിത്വം വരിച്ചത് ഒരു സ്ത്രീയായിരുന്നു, സുമയ്യ റളിയല്ലാഹു അൻഹ. സ്ത്രീകളെ ജീവന് തുല്യം സ്നേഹിക്കുവാനും അവർക്ക് ആത്മാവുണ്ടെന്നും അവർ ജീവിക്കുവാനും അതുപോലെ തന്നെ സ്വത്തിലുള്ള അവകാശം, അതുപോലെ ഏതെല്ലാം നിലകളിൽ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായുമൊക്കെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾക്കിടയിൽ ഇത്തരം ഒരു സംരംഭത്തിന് നാം ഒരുങ്ങിയിരിക്കുന്നത്. സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏതാനും കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ വിഷയവുമായി നമ്മോട് സംസാരിക്കുവാൻ പലരുമുണ്ട്. അതിനാൽ നാം ശ്രദ്ധിക്കേണ്ടത്, നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും അവൻ്റെ പ്രവാചക സുന്നത്ത് മുറുകെ പിടിക്കുവാനുമുള്ള ഒരു കരുത്ത് നാം ഓരോരുത്തരും ആർജിച്ചെടുക്കണം എന്നതാണ്. അതിനാൽ ഈ ഒരു സംരംഭത്തിൽ നിങ്ങളോട് ഉണർത്തുവാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉപദേശിച്ച തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി എന്ന വചനമാണ്. നിങ്ങൾ 2 കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ 2 കാര്യവും ശുദ്ധ ഖുർആനും പ്രവാചകചര്യയുമാണ്. അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നിങ്ങൾ വഴി പിഴച്ചു പോവുകയില്ല എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ നാം ഓരോരുത്തരും ഖുർആൻ പഠിക്കുകയും അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ഉത്തമമായ ഒരു സമുദായത്തെ ഉദ്ധരിക്കുവാൻ നമുക്കേവർക്കും കഴിയണമെന്നതാണ് ഈ സംഗമം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതിനാൽ ശുദ്ധ ഖുർആൻ പഠിക്കുകയും അവ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായി അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗം കരസ്ഥമാക്കുവാൻ കഴിയുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുവാനുള്ളത്. സർവശക്തൻ നമ്മുടെ എല്ലാ പ്രവർത്തനവും സ്വാലിഹായ പ്രവർത്തനമാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. സർവശക്തൻ നമ്മുടെ എല്ലാ പ്രവർത്തനവും സ്വാലിഹായ പ്രവർത്തനമാക്കി തീർക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷ ഭാഷണം നിറവേറ്റിയ മറിയക്കുട്ടി സുല്ലമിയക്ക് MGMന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ധർമ്മധ്വനിയുടെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി
അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ MLA ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. കോഴിക്കോട് MGMൻ്റെ ഭാരവാഹികളെ, പ്രിയമുള്ള എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഞാൻ MGMൻ്റെ നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ കാലത്തും വളരെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുകയും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമായി തന്നെയാണ് ഞാൻ MGMനെ കാണുന്നത്. MGM ഓരോ കാലഘട്ടത്തിലും ഓരോ മുദ്രാവാക്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. അതൊക്കെ തന്നെ സമൂഹത്തിനാകെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിലെ സ്ത്രീ കരുതലും കാവലും, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന പദവിയെ സംബന്ധിച്ചും സ്ത്രീ ശാക്തീകരണത്തെ സംബന്ധിച്ചും സ്ത്രീകളുടെ സമൂഹത്തോടുള്ള ബാധ്യതകളും ധാർമ്മികതയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, സമൂഹത്തിൽ സ്ത്രീകളുടെ നിലവാരം നമ്മൾ നോക്കിയാൽ ആ സമൂഹത്തിൻ്റെ ആകമാനമുള്ള നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഒരു രാജ്യത്തിൻ്റെ തന്നെ മുഖമെന്ന് പറയുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ അവിടെ അടിച്ചമർത്തപ്പെട്ടവരായി, വിദ്യാഭ്യാസമില്ലാത്തവരായി, ആരോഗ്യ പരിരക്ഷ കിട്ടാത്തവരായി, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായിട്ട് സ്വാതന്ത്ര്യമില്ലാത്തവരായി മാറിയാൽ സ്വാഭാവികമായിട്ട് ആ സമൂഹത്തിന് ആകെ ഉണ്ടാകുന്നത് വല്ലാത്ത ജീർണതയായിരിക്കുമെന്നുള്ളതിന് സംശയം വേണ്ട. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീക്കും പുരുഷനും നമ്മുടെ കുടുംബത്തോടും സമൂഹത്തോടും കൃത്യമായിട്ടുള്ള കടപ്പാടുകളും ബാധ്യതകളും നിറവേറ്റി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇസ്ലാമികമായിട്ടുള്ള വീക്ഷണത്തിലും ഇസ്ലാമികമായിട്ടുള്ള ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടും സ്ത്രീക്ക്, എല്ലാവരും പറയും പരിമിതമായ ഇടപെടലുകളല്ല, പരിമിതമായതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്ത്രീക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. നമുക്കൊരുപാട് ചരിത്രത്തെക്കുറിച്ച് സ്മരിക്കാനുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഭരണാധികാരി ഉമർ ഖലീഫയാണ്. ഉമർ ഖലീഫയുടെ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള പുസ്തകങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിക്കുമ്പോഴും ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അടക്കമുള്ളവർ ഖലീഫ ഉമറാണ് ലോകത്തെ മികച്ച ഭരണാധികാരി എന്ന് പറയുകയും ഇന്നും നിരവധിയായിട്ടുള്ള ഭരണചക്രം തിരിക്കുന്ന ആളുകളും ഖലീഫ ഉമറിൻ്റെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളോട് ഭരണാധികാരി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പ്രസവവേദനയെ അനുഭവിച്ച് വല്ലാതെ വിഷമിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് അർദ്ധരാത്രിയിൽ സ്വന്തം ഭാര്യയെ കൊണ്ടുപോയി സഹായത്തിന് ആളില്ലാത്തടത്ത് എത്തിച്ചിരുന്ന ഖലീഫ ഉമറിൻ്റെ ആ ഒരു കാര്യമൊക്കെ വായിക്കുമ്പോൾ വളരെ വികാരപരമായിട്ടാണ് നമ്മൾ അതിനെയൊക്കെ കാണുന്നത്. കാരണം ഏത് രീതിയിലാണ് അദ്ദേഹം കുടുംബത്തെ കണ്ടത്, അദ്ദേഹം ഏത് രീതിയിലാണ് സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി തിരിച്ചിരുന്നത്, ഇസ്ലാമികമായിട്ടുള്ള ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് എന്നൊക്കെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണമോ വേണ്ടയോ എന്നുള്ള ചർച്ചയുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പരിപൂർണമായിട്ടും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ആധുനിക കാലഘട്ടത്തിനനുസൃതമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ശാസ്ത്രത്തിൻ്റെയും വിവരസാങ്കേതിക വിദ്യയുടെയും ഒക്കെ അറിവുകൾ നമ്മുടെ പെൺകുട്ടികളുടെയും നമ്മുടെ സ്ത്രീകളുടെയും വിരൽത്തുമ്പിലായിരിക്കണമെന്നുള്ളതൊരു വസ്തുത മാത്രമാണ്. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ പിന്നോട്ടടിക്കുന്ന സംവിധാനവുമായി പോകുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ പുരോഗമനപരമായി ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് വിവരസാങ്കേതിക രംഗത്തെ കുറിച്ച് പറയുമ്പോൾ കുറേ ആളുകളെങ്കിലും പറയും വാട്സാപ്പിൻ്റെയും ചാറ്റുകളുടെയും ഒക്കെ കാലഘട്ടത്തിൽ പല ആളുകളെയും അവരുടെ ജീവിത മൂല്യങ്ങളെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടക്കുന്നു. അങ്ങനെ നമ്മൾ കാണുന്നു. നമ്മൾ അതിൻ്റെയൊക്കെ നല്ല വശം എടുത്താൽ പോരെ. എല്ലാ സമൂഹത്തിൽ ഒരുപാട്
ജീർണതകളുണ്ട്. പക്ഷേ ആ ജീർണതകളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വളരെ മഹത്തരമായിട്ട് ഇസ്ലാമികമായ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ജീവിത നിഷ്ഠയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അപ്പോൾ അങ്ങനെ ഉള്ള പുതിയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിത ക്രമപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്നെല്ലാവരും വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ മുസ്ലിം കുടുംബങ്ങളിലെ സ്ത്രീകളെ മാത്രം വിദ്യാഭ്യാസം വേണ്ട, അവരൊക്കെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തിമമായിട്ടുള്ള ദോഷം നമുക്ക് തന്നെയല്ലേ. ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം ഉണ്ടായാൽ അവരുടെ കുടുംബത്തിന് മാത്രമല്ല, ആ സ്ത്രീക്ക് മാത്രമല്ല, അവരുടെ കുടുംബത്തിന്, അവരുടെ സമൂഹത്തിന്, ചുറ്റുപാടുമുള്ള സമൂഹത്തിന്, അങ്ങനെ ഒരു വലിയ ലാർജർ കമ്മ്യൂണിറ്റിക്ക് തന്നെ ആ വിദ്യാഭ്യാസത്തിന് ഗുണഫലം കിട്ടുമെന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും വേണം നിയമവിദ്യാഭ്യാസം നമുക്ക് വേണം. ഇന്നും സ്ത്രീകളല്ലേ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ, ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ സമൂഹത്തിലുണ്ടായാലും അതിൻ്റെ പരിണതഫലം ദോഷകരമായി ബാധിക്കുന്ന സ്ത്രീകൾക്ക്. ഒരു യുദ്ധമുണ്ടായാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ആൾക്കാം, എവിടെയെങ്കിലും ഒക്കെയുള്ള മറ്റ് പ്രളയമുണ്ടായാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആൾക്കാം. അതും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ, പുരുഷന്മാർക്കില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, സ്ത്രീകൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു അവഗാഹം സ്ത്രീകൾക്കുണ്ടായേ മതിയാകും. വിദ്യാഭ്യാസം അനിവാര്യമാണ്. ശാസ്ത്ര അവബോധം, നിയമപരമായിട്ടുള്ള ബോധം. നിയമപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, 66-ലോ മറ്റോ ഉണ്ടായതാണ് സ്ത്രീധന നിരോധന നിയമം നമ്മുടെ രാജ്യത്തുണ്ടായതല്ലേ. ഈ സ്ത്രീധന നിരോധന നിയമം ശരിയായിട്ട് ഈ നാട്ടിൽ നടക്കുന്നുണ്ടോ? ഇന്ന് എത്ര ആളുകളുടെ കണ്ണീരാണ് നമ്മൾ കാണുന്നത്. എത്ര ആളുകളാണ് നമ്മളെയൊക്കെ തന്നെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ കാണാൻ വരുന്നത്. സ്ത്രീധനം കൊടുക്കാനില്ലാതെ മക്കളെ കല്യാണം കഴിച്ചയക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ പറയുന്നത്. സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ കാതൽ തന്നെ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും, സ്ത്രീധനം കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും സാക്ഷ്യം വഹിക്കുന്നതും കൃത്യമായിട്ട് കുറ്റകരമായിട്ടുള്ള, ശിക്ഷാർഹമായിട്ടുള്ള കുറ്റകൃത്യമാണെന്ന് പറയുമ്പോഴും 66 കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ സ്ത്രീധനം കൊടുക്കുന്നവരെയും കണ്ടിട്ടില്ല, വാങ്ങുന്നവരെയും കണ്ടിട്ടില്ല, കൊടുക്കുന്നതിന് സാക്ഷ്യം വഹിക്കുന്നവരെയും വാങ്ങുന്നതിന് സാക്ഷ്യം വഹിക്കുന്നവരെയും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര തെറ്റാണ്. ഈ തെറ്റിന് നമ്മളൊക്കെ കൂട്ടുനിൽക്കുകയല്ലേ. എത്ര കുടുംബങ്ങൾ ഈ സ്ത്രീധനം കൊടുക്കുന്നതിന് വേണ്ടി പലിശ വാങ്ങിച്ച് പലിശക്കെടുതിയിലേക്ക് പോയി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കുടുംബ ആത്മഹത്യകൾ, കൂട്ട ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ നമുക്ക് എന്തുകൊണ്ട് ശക്തമായ നമുക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല? നിയമത്തെക്കുറിച്ചുള്ള പരിപൂർണമായിട്ടുള്ള ബോധ്യം, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള, പെൺകുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചും ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണങ്ങളെക്കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടാവേണ്ടതായിരിക്കുന്നു. അതായത് നമുക്ക് സമൂഹത്തോടുള്ള കടപ്പാട് നമുക്ക് അത്തരം പ്രചരണങ്ങളിലൂടെ കൂടി നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. സത്യം പറഞ്ഞാൽ വാളയാടിലെ 2 പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദീനരോധനം നമ്മുടെ നാട്ടിൽ നടക്കല്ലേ. പാലത്തായിലൊരു പെൺകുഞ്ഞിന്, അവരുടെ ഒന്നും പശ്ചാത്തലം ഞാൻ പറയുന്നില്ല, ഈ കുടുംബങ്ങളിലൊക്കെ ഞാൻ നേരിട്ട് പോയതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? പെൺകുട്ടികളെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉമ്മയുടെ സാരി തുമ്പിൽ തന്നെ കെട്ടിയിടണമെന്ന് പറയാൻ പറ്റുമോ? പെൺകുഞ്ഞുങ്ങൾക്ക് സ്വന്തമായി ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകിയിട്ടില്ലേ? ഈ പെൺകുഞ്ഞുങ്ങളെ ആരാണ്, എവിടെയാണ് പിടിച്ച് അടിച്ചമർത്തലിലേക്ക് കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ട് പെൺകുട്ടികൾ ഇതൊക്കെ തരണം ചെയ്ത് വരും? ഇത് കൊച്ചുകുട്ടികളല്ലേ ഈ പീഡനത്തിനിരയായത്? വാളയാടിൽ ഒരു അമ്മ പ്രസവിച്ച 2 കുഞ്ഞുങ്ങളാണ്. ഒരുപാട് ദുഷിപ്പുകൾ പറഞ്ഞു പരത്താൻ കഴിയും. പക്ഷെ ഒന്ന് ആലോചിച്ച്, സമാനതകളില്ലാത്ത ക്രൂരതയല്ലേ അവിടെ നടന്നത്? ഒരു അമ്മ പ്രസവിച്ച 2 കുഞ്ഞുങ്ങളെ വെറും 55 ദിവസത്തിൻ്റെ ഇടവേളയിൽ 2 പേരെയും കൊല ചെയ്യുകയാണ്. അവർക്കിന്നില്ല, ആ 2 കുട്ടികളില്ല. ഈ ക്രൂരമായ പീഡനം നടന്നു എന്ന് പറയുന്ന ആരാ? ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ. അപ്പോൾ ഇനി നമുക്ക് അതിനൊക്കെതിരെ, കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കുമെതിരെ അതിശക്തമായി നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കെതിരെ നിൽക്കാൻ കഴിയണം. നിയമം അവിടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നുണ്ടോ? ബാലാവകാശ കമ്മീഷൻ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നുണ്ടോ? ഇതിനകത്തൊക്കെ ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള വശം നിങ്ങൾ എടുക്കും. ദയവായി രാഷ്ട്രീയ വശങ്ങൾ എടുക്കരുത്. പാലത്തായിലെ പെൺകുഞ്ഞിനെയും ഞാൻ പോയി കണ്ടത്, അവരുടെ കുടുംബത്തെയും ഞാൻ പോയി കണ്ടതാണ്. എന്ത് ദുരിതമാണ്. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുകയാണ് അധ്യാപകർ. എന്നിട്ട് ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചേ. എല്ലാം നമുക്ക് രാഷ്ട്രീയത്തിന് കുഴൽ കണ്ണാടിയിൽ കൂടെ മാത്രം നോക്കി തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇതിനകത്തൊക്കെ ന്യായം നടക്കണം, നിയമം നടക്കണം. ഇതിനകത്തൊക്കെ അതിശക്തമായ ഇടപെടലുകൾ ആവശ്യമാണ്. MGM എല്ലാ കാലത്തും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ശക്തമായി ഇറങ്ങുന്ന ഒരു സംഘടനയാണ് എന്ന് എനിക്കറിയാം.
പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി MGM ശക്തമായി ഇനിയും ഇറങ്ങിയേ പറ്റൂ. നിയമത്തിൻ്റെ പരിരക്ഷ, ഭരണഘടനയുടെ പരിരക്ഷ നമുക്കെല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നിരവധി മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന MGMൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ഈ അവസരത്തിൽ ഭാവുകങ്ങൾ നേരുകയാണ്, ആശംസകൾ നേരുകയാണ്. നമുക്ക് മറ്റ് സമൂഹത്തിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടി ഈ നിയമ പരിരക്ഷ എല്ലാ കുടുംബങ്ങൾക്കും അവർക്കതിനുള്ള അവബോധമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക്, സുഹൃത്തുക്കൾക്കെല്ലാം അവരോട് ഞാൻ സന്തോഷം അറിയിക്കുന്നു. എനിക്ക് ഇതിൽ വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇന്നത്തെ കാലഘട്ടം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാലഘട്ടമാണ്. നമുക്കിതുവരെ നമുക്ക് സമാധാനം കിട്ടിയിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ശാസ്ത്രലോകം കോവിഡ് വാക്സിൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തും എന്ന് നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ആ വാക്സിൻ നമ്മുടെ നാട്ടിലും എത്തിച്ചേരട്ടെ. നമുക്കതുവരെ ലോകാരോഗ്യ സംഘടന പറഞ്ഞതുപോലെ ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. ശക്തമായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇതുപോലെയുള്ള സൂം മീറ്റിങ്ങുകളിലും വെർച്വൽ മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കെടുത്ത് അതിശക്തമായി നമുക്ക് നമ്മുടെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും എല്ലാവരോടും എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രൗഢമായ ഉദ്ഘാടന ഭാഷണം നിർവഹിച്ച അരൂർ MLA അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാന് MGM ജില്ലാ സമിതിയുടെ കൃതജ്ഞത. ധർമ്മധ്വനി എന്ന നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആശംസകൾ അറിയിക്കാൻ MGM കേരള ട്രഷറർ റുക്സാന വായക്കാടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോഴിക്കോട് MGM സൗത്ത് ജില്ല നടത്തുന്ന ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. നിരവധി രംഗങ്ങളിൽ റോൾ മോഡലായി വർത്തിക്കാൻ സ്ത്രീക്ക് സാധിക്കണം. ഉമ്മ, ഭാര്യ, മകൾ എന്നതിനുമപ്പുറം സമകാലിക സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് സ്ത്രീ ആർജിക്കണം. അത് മറ്റുള്ളവർക്ക് പകരാനും സാധിക്കേണ്ടതുണ്ട്. ഇന്ന് അകത്തും പുറത്തും വാഹനങ്ങളിൽ പോലും പീഡന കഥകളാണ് കേൾക്കുന്നത്. പത്രം എടുത്താൽ വായിക്കാൻ ഭയം തോന്നുന്ന വാർത്തകളാണ്. ചെറിയ പൈതങ്ങൾക്ക് പോലും നിർഭയം കിടന്നുറങ്ങാൻ സാധിക്കാത്ത സമകാലിക ദയനീയ സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഭരണകൂടവും നിയമപാലകരും സാംസ്കാരിക കൂട്ടായ്മകളും ശക്തമായി ഇടപെടേണ്ടതുണ്ട്. ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പുതിയ തലമുറയ്ക്ക് ദിശാബോധം നൽകാൻ ഏറെ പ്രയാസമാണെങ്കിലും ഈ കടുത്ത ഭീകര മുഖത്തേക്ക് നോക്കി അരുത് എന്ന് ഉറക്കെ പറയാൻ സ്ത്രീ സമൂഹം കരുത്ത് ആർജിക്കണം. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും അവബോധം നൽകണം. രാഷ്ട്രീയ, സാമൂഹിക, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ചർച്ചകൾ രൂപപ്പെട്ടു വരണം. കുടുംബ സദസ്സുകളിൽ കാലിക വിഷയങ്ങളിൽ ക്ലാസുകൾ കൊടുക്കണം. നിലവിലെ സാഹചര്യങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച് മുന്നേറാൻ സധൈര്യം കാണിക്കുന്ന സ്ത്രീ കൂട്ടായ്മകളാണ് വേണ്ടത്. ആരാണ് മുന്നിൽ നിൽക്കേണ്ടത് എന്ന ആലോചനയ്ക്കപ്പുറം ഈ മഹത്തായ ദൗത്യം ഞാനാണ് ഏറ്റെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി സധൈര്യം രംഗത്തേക്ക് കൊണ്ടുവരാൻ ഈ പരിപാടിക്ക് കഴിയട്ടെ. എഴുത്തിൻ്റെയും പ്രസംഗത്തിൻ്റെയും കാലം കഴിഞ്ഞു. സോഷ്യൽ മീഡിയയാണ് ഉപയോഗപ്പെടുത്താനുള്ളത്. തുറന്നു പറഞ്ഞാൽ ലൈംഗിക വൈറസ് കയറിയ മൊബൈലുകളിൽ നല്ലൊരു സംസ്കാരത്തിൻ്റെ മഹോന്നത തത്വങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കണം. പറയാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കുവാനുള്ള മേഖലകൾ സൃഷ്ടിക്കുവാൻ നാം ഒന്നിച്ച് ശ്രമിക്കുവാനും കടമകളിൽ നിന്ന് മാറി നിൽക്കാതെ ഉയർന്നും പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ഈ MGM സംസ്ഥാന സമിതിയുടെ എല്ലാ ഭാഗങ്ങളും കോഴിക്കോട് ജില്ലാ ഈ ക്യാമ്പയിന് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ധർമ്മധ്വനിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച സംസ്ഥാന ട്രഷറർ റുക്സാന വായക്കാടിന് കോഴിക്കോട് സൗത്ത് ജില്ലാ MGMൻ്റെ നന്ദി. തുടർന്ന് നമ്മെ അഭിസംബോധനം ചെയ്യുന്നത് EV അബ്ബാസ് സുല്ലമി പൂനൂർ അവറുകളാണ്. വിഷയാവതരണത്തിനായി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
إن الحمد لله والصلاة والسلام على رسول الله وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم മുഹ്തദൂൻ. ബഹുമാന്യരായ സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന മറ്റ് സഹൃദയരെ, MGMന്റെ കോഴിക്കോട് സൗത്ത് ജില്ല പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്നാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. റബ്ബുൽ ഇസ്സത്ത് നന്മ പറയാനും നന്മകൾ പിൻപറ്റാനും നമുക്ക് മനസ്സും അറിവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടം, അതിനെ സംബന്ധിച്ച് ലോകം പറയുന്നത് സങ്കീർണമായ പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞ, ഏറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമുള്ള പരീക്ഷണ കാലഘട്ടം എന്ന. ഇത് മനുഷ്യന് പ്രയാസമാണോ? അല്ല, പടച്ച തമ്പുരാൻ എന്തോ മനുഷ്യന് സുഖവും ഉപകാരവും നന്മകളും ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഭാവിയിൽ അനുഭവങ്ങളിലൂടെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഒരു കാര്യം സത്യമാണ്, ഒരുപാട് പരിവർത്തനങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ അനുവർത്തിച്ചു പോന്നിട്ടുള്ള ഒരുപാട് ജീവിത ശൈലികൾ, അതിനൊക്കെ മാറ്റം വന്നു എന്നുള്ളത് ഒരുപാട് ചിന്തനീയമായ കാര്യമാണ്. അതിൽ നന്മകളുമുണ്ട്, തിന്മകളുമുണ്ട്, ശരിയായവയുമുണ്ട്, തെറ്റായവയുമുണ്ട്. നമ്മുടെ കർമ്മങ്ങളിലുണ്ട്, നമ്മുടെ വിശ്വാസങ്ങളിലുണ്ട്, നമ്മുടെ ആചാരങ്ങളിലുണ്ട്. എല്ലാം ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനുമായി തട്ടിച്ചു നോക്കി, ഈ ലോകത്തിൻ്റെ ഗുരുനാഥനായി നാം അംഗീകരിച്ചിട്ടുള്ള മുത്ത് നബിയുടെ ജീവിതം പരിശോധിച്ച് അതിലൂടെ അതിനനുഗുണമായി വരുന്നത്, അനുയോജ്യമായിരുന്നത് സ്വീകരിക്കുകയും അതിന് വിരുദ്ധവും വ്യത്യസ്തവുമായി വരുന്നതിനെ തിരസ്കരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. 2019 അവസാന ഘട്ടത്തിൽ ഏറെ പ്രസിദ്ധനും പ്രഗത്ഭനുമായിട്ടുള്ള, ജ്യോതിഷം ഒക്കെ പഠിച്ചിട്ടുള്ള, വലിയ പ്രസിദ്ധി നാടൊട്ടുക്ക് നേടിയിട്ടുള്ള ഒരു സഹോദരൻ, അദ്ദേഹം TV ചാനൽ പ്രോഗ്രാമിലൂടെ ലോകത്തോട് പ്രഖ്യാപിച്ചത് 2020 ഏറെ ശുഭമായ, ഏറെ നന്മകൾ നിറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല ഒരു കാലഘട്ടമാകുന്നു എന്നാണ് അദ്ദേഹം പ്രവചിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രവചനങ്ങൾ വീണ്ടും വീണ്ടും ചില ചാനലുകളും സോഷ്യൽ മീഡിയകളും പുനഃസംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ? പറയാൻ കഴിയില്ല, പറഞ്ഞതൊന്നും ശരിയാവണം എന്നില്ല എന്നതിൻ്റെ തെളിവായിക്കൊണ്ട്, ഉദാഹരണമായിക്കൊണ്ടാണ് അത് വീണ്ടും ജനങ്ങളിലേക്ക് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇത് സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. ഒരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല. ഭാവി ആലിമുൽ ഗൈബ്, അദൃശ്യമറിയുന്നവനായ പടച്ചവൻ, അല്ലാമുൽ ഗുയൂബ്, അദൃശ്യങ്ങളേറെ കൃത്യമായി അറിയുന്ന പടച്ചോൻ സൃഷ്ടാവ്, അത് അവൻ്റെ സ്വന്തമാണ്. അതിൽ ആ വിശ്വാസത്തിൽ എന്തെങ്കിലും അപാകങ്ങൾ കടന്നു വന്നാൽ, എന്തെങ്കിലും പാകപ്പിഴവുകൾ കടന്നു വന്നാൽ, അവിടെയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമെല്ലാം ഉടലെടുക്കുന്ന മേഖല. അവിടെയാണ്, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ ഉറച്ചാൽ, കൃത്യമായ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിയാൽ, അന്ധവിശ്വാസങ്ങൾക്ക് അധികമൊന്നും സാധ്യതകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് കൃത്യമായി ആ മേഖല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ ജിന്നിൽ റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചത് ആലിമുൽ ഗൈബ്, അദൃശ്യമറിയുന്നവൻ അല്ലാഹുവാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ, ഒരാൾക്കും അവന്റെ ഗൈബിയായ വിഷയങ്ങൾ അവൻ വെളിവാക്കി കൊടുക്കുകയില്ല. ഇല്ല മനിർത്തല മിർ റസൂൽ, അവൻ തൃപ്തിപ്പെട്ട പ്രവാചകന്മാർക്കൊഴികെ. അപ്പൊ ഭാവി പ്രവചിക്കുന്നവൻ ആരെങ്കിലും നമ്മുടെ മുമ്പിൽ വന്നാൽ, അത് കണക്ക് നോട്ടക്കാരനോ വലിയ ജ്യോതിഷിയോ വലിയ കൊറത്തിയോ, ഭാവി പ്രവചനം നടത്തുന്നവൻ, അങ്ങനെ പലരും ഉണ്ടല്ലോ. ആര് വന്നാലും, എത്ര കണക്ക് നോക്കിയാലും, എത്ര കവടി നിരത്തിയാലും ശരി, അവർ ഗൈബ് പറയുന്നവരാണ് എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ പ്രവാചകന്മാരാകുന്നു എന്നാണ്. മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകന്മാർ ഇല്ല എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഭാവി പറയാൻ അറിയാൻ കഴിയുന്നവനും ഒരുത്തനുമില്ല എന്ന് വിശ്വസിക്കാൻ നാം ബാധ്യതപ്പെട്ടവരാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്തെന്ത് പ്രശ്നങ്ങൾ, ട്രംപിനെങ്ങാനും അധികാരം പോവും എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ അത് പിടിച്ചു നിർത്താൻ എന്തെന്ത് സാധ്യതകൾ അയാൾ ഉപയോഗപ്പെടുത്തുമായിരുന്നു. കിട്ടിയ ഭരണം പോവാതിരിക്കാനും ഭരണം നേടിയെടുക്കാനും ഒക്കെ എന്തെല്ലാം കളികൾ നടത്തുമായിരുന്നു. വലിയ അപകടങ്ങളിൽ പെട്ട് മരിച്ചുപോയവർ, വലിയ പ്രകൃതി ദുരന്തങ്ങളിലൂടെ പ്രയാസം അനുഭവിച്ചിട്ടുള്ളവർ, അക്രമങ്ങളിലൂടെ വധിക്കപ്പെട്ടിട്ടുള്ള ഭരണാധികാരികൾ, അവർക്കൊന്നും ഇതൊന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഭാവിയെ സംബന്ധിച്ച് ആരും അവർക്ക് പറഞ്ഞു കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ട്? ഒരൽപ്പം ബുദ്ധി ഉപയോഗിച്ചുവെങ്കിൽ നമുക്കറിയാം സാധ്യമല്ല എന്ന്. ഏതായിരുന്നാലും ഈ കാലഘട്ടത്തിലും ഈ അന്ധവിശ്വാസങ്ങളൊക്കെ അല്പാൽപമായി നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഒരുപാട് ദുരാചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണും കാതും കൂർപ്പിച്ച് ശ്രദ്ധിച്ച് ഇരിക്കുകയും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ജനങ്ങളെ, പ്രത്യേകിച്ചും സ്ത്രീജനങ്ങളെ ഈ കാര്യങ്ങൾ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായി നാം നിർവഹിക്കുക. ശുഭോദർക്കമായ കാര്യം, അത് പല ഭക്ഷണ പദാർത്ഥങ്ങളും, അത് ഗൂഗിളിൽ നോക്കിയാണെങ്കിലും ശരി, സഹോദരി സഹോദരന്മാരോട് ചോദിച്ചുകൊണ്ടാണെങ്കിലും ശരി, നമ്മുടെ അടുക്കളകൾ പുകയുകയും അവിടെ നിന്ന് പല പുതിയ ഭക്ഷണങ്ങളും അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന പല രുചിക്കൂട്ടുകളും നമ്മൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു എന്നത് കൊറോണയിൽ നിന്നുണ്ടായ ഒരു പോസിറ്റീവ് നല്ല ഒരു കാര്യം തന്നെയാണ്. അതിനെ നിലനിർത്താൻ നമുക്ക് കഴിയണം. അതോടൊപ്പം പൊങ്ങച്ചവും ധൂർത്തും ആർഭാടങ്ങളും അടിപൊളി കല്യാണങ്ങളും ഇങ്ങനെ പലതും, അതിനൊക്കെ മിതത്വമുണ്ടായി എന്നുള്ളത്, അതിൽ നിന്നെല്ലാം നമ്മൾ മുക്തരായി എന്നുള്ളത് ഏറെ ഗുണം നേടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതും നിലനിർത്താൻ നമുക്ക് സാധിക്കണം. എങ്കിലും അല്പം ചില
വേണ്ടാധീനങ്ങളൊക്കെ അതിൻ്റെ വാതിലുകൾ തുറന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിനെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ജാഗരൂകരായി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രദ്ധയും ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. കുറഞ്ഞ ആളുകളെ ഉള്ളൂ, അതുകൊണ്ട് അവർക്ക് നല്ലവണ്ണം ഭക്ഷണം കൊടുക്കണം. അതിനെന്താ ചെയ്യുന്നത്? നല്ല രൂപത്തിൽ ദൂർത്തടിച്ച് വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ, ഫുഡ് കോർട്ട് അങ്ങനെയാ പറയാ, അത്രയും ഭിന്നമായ വിഭിന്നമായ വ്യത്യസ്തമായ പല ഭക്ഷണങ്ങളും നിറച്ച് വേസ്റ്റാക്കി കളയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ചില കല്യാണങ്ങൾക്കൊപ്പം ചില ആചാരങ്ങളും ദുരാചാരങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ വയറ് കാണാൻ പോകുന്നത് പോലെ ഇപ്പോൾ അടുക്കള കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. വീട് കാണണം, അടുക്കള കാണണം, പറമ്പ് കാണണം, അങ്ങനെ പലതും കാണാൻ വരുന്നവരൊക്കെ വലിയ കൊട്ടകളിൽ ഒരുപാട് മുട്ടായികളും പലഹാരങ്ങളും ഒക്കെ ആയിക്കൊണ്ട്, സമ്മാനങ്ങളുമായിക്കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ കടന്നു വരിക. അതൊക്കെ നമ്മൾ സൂക്ഷിക്കുക. അതിനെതിരെ നമ്മൾ ശക്തമായ നിലപാടുകൾ എടുക്കുക. വിശ്വാസത്തെ അത് നമ്മൾ സംശുദ്ധമാക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽ ഉലൈക ലഹുമുൽ വഹും മുഹ്തദൂൻ. വിശ്വസിച്ചവർ ആ വിശ്വാസത്തോടൊപ്പം ഉൽമ്, ശിർക്ക്, അന്ധവിശ്വാസങ്ങൾ അതൊന്നും കലർത്താത്ത ആളുകൾ ഉലൈക ലഹുമുൽ അവർക്കാണ് നിർഭയത്വം. അവരുടെ ജീവിതത്തിൽ പേടി വെപ്രാളൊന്നും ഉണ്ടാവില്ല. അന്ധവിശ്വാസങ്ങളിൽ നിന്നുണ്ടാവുന്ന പേടി വെപ്രാളം, അതേപോലെ പ്രകൃതിയെ സംബന്ധിച്ചും അവിടെ ഉണ്ടാവുന്ന പരീക്ഷണങ്ങളെ സംബന്ധിച്ചും ഒക്കെ പേടി വെപ്രാളം അതൊന്നും ഉണ്ടാവില്ല. ഉലൈക ലഹുമുൽ വഹും മുഹ്തദൂൻ, അവരായിരിക്കും സന്മാർഗം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ. അവിടെ എത്താൻ നമ്മൾ ശ്രമിക്കുക, നമ്മൾ പഠിക്കുക. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുജ്രിമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമൂഹത്തിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങളെ തുടച്ചുമാറ്റാൻ സ്ത്രീകൾ വഹിച്ച പങ്ക് വിശദമാക്കിയ അബ്ബാസ് സുല്ലമിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ധർമ്മധ്വനിക്ക് ആശംസകൾ അറിയിക്കാൻ KNM കോഴിക്കോട് സൗത്ത് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് സുല്ലമിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. ഇസ്ലാമിലെ സ്ത്രീ കാവലും കരുതലും എന്ന പ്രമേയം കാലിക പ്രസക്തമാണ്. ബുദ്ധിയുടെ മതം, മാനവികതയുടെ ജീവൻ എന്ന ബാനറിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിൽ MGM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. സ്ത്രീയുടെ അവകാശങ്ങളും ബാധ്യതകളും ഏറെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സന്ദർഭത്തിൽ സ്ത്രീയുടെ അവകാശങ്ങളും ബാധ്യതകളും സ്ത്രീപക്ഷവാദികൾ പറയുന്നതാണോ ശരി, അല്ലെങ്കിൽ പുരുഷ മേൽക്കോയ്മയിൽ നിർവചിക്കുന്നതാണോ ശരി എന്ന് തലങ്ങും വിലങ്ങും ചർച്ച നടക്കുകയാണ്. നമുക്ക് പറയാനുള്ളത്, സ്ത്രീ പുരുഷ പാരസ്പര്യത്തിൻ്റെ താളാത്മതയെ
അതീവ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവ് പറയുന്നതായിരിക്കും ഈ വിഷയത്തിൽ ഏറ്റവും ഉത്തമമായത് എന്നീ സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. സ്ത്രീയും പുരുഷനും വിഭിന്നങ്ങളും എന്നാൽ പരസ്പര പൂരകങ്ങളുമായ ബാധ്യതകൾ നിറവേറ്റേണ്ടവരും അവകാശങ്ങൾ അനുഭവിക്കേണ്ടവരുമാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ ദാർശനിക ചിന്ത. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർറിജാലി അലൈഹിന്ന ദറജ. അവൾക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ അവകാശങ്ങളുമുണ്ട്. പുരുഷനാവട്ടെ അവരുടെ മേൽ ഒരു പദവിയുമുണ്ട്. വിശുദ്ധ ഖുർആൻ ഇത് സംബന്ധമായി നമ്മോട് സംസാരിക്കുന്നതാണ്. പുരാതന മതദർശനങ്ങൾ സ്ത്രീയോട് അനീതി കാണിച്ചിട്ടുണ്ട്. സ്ത്രീകളെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുവാൻ വരെ പുരുഷന് ബൈബിൾ അനുവാദം നൽകുന്നുണ്ട്. തോറ പഠിക്കുവാനുള്ള അവകാശം പോലും സ്ത്രീക്ക് ഒരു കാലഘട്ടത്തിൽ നിഷേധിച്ചിരുന്നു. ക്രൈസ്തവ ദർശനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന പൗലോസിന്റെ ലേഖനങ്ങൾ സമർത്ഥിക്കുന്നത് പുരുഷൻ പറയുന്നത് കേട്ട് ജീവിക്കുക മാത്രമാണ് സ്ത്രീയുടെ കടമ എന്നാണ്. ഭർത്താക്കന്മാരുടെ സ്വാധീനത്തിൽ അധിവസിക്കേണ്ടവരാണ് സ്ത്രീ. ഭർത്താക്കന്മാർ ദുർവൃത്തികളുള്ളവരാണെങ്കിലും എന്നാണ് മനുസ്മൃതിയുടെ കാഴ്ചപ്പാട്. എന്നാൽ ഭർതൃജീവിതത്തിൽ ഭർത്താവോട് ഒന്നിച്ച് ജീവിക്കുമ്പോൾ ആ ജീവിതം ദുസ്സഹമായി തീരുമ്പോൾ വിവാഹമോചനം നടത്താനുള്ള അവകാശം ഇസ്ലാം സ്ത്രീക്ക് നൽകുന്നുണ്ട്. ഖുൽഅ്, ഫസ്ഖ് പോലുള്ള സംജ്ഞകളിൽ ശരീഅത്ത് മുന്നോട്ട് നിൽക്കുന്ന ഈ അവകാശം യഥാർത്ഥത്തിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയാണ് കുറിക്കുന്നത്. ഇണയെ തിരഞ്ഞെടുക്കാനും വിവാഹമൂല്യം ആവശ്യപ്പെടാനും സ്ത്രീക്ക് അവകാശമുണ്ടെന്ന് ഇസ്ലാം വിഭാവനം ചെയ്യുന്നുണ്ട്. വിധവയോട് അനുവാദം ചോദിക്കാതെ അവളെ വിവാഹം ചെയ്തു കൊടുക്കരുത്. കന്യകയോട് സമ്മതം ആവശ്യപ്പെടാതെ അവളെയും കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. മൗനമാണ് കന്യകയുടെ സമ്മതം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവന ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ വിവാഹത്തിലേക്ക് കടന്നു വരേണ്ടത് സ്ത്രീക്ക് പാരിതോഷികം നൽകിക്കൊണ്ടാണ്. ഇത് ഇസ്ലാം യഥാർത്ഥത്തിൽ സ്ത്രീയുടെ ആത്മാഭിമാനം വകവെച്ച് കൊടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുരുഷൻ വിവാഹമൂല്യം നൽകണമെന്ന് ബൈബിളും സ്മൃതികളും പരാമർശിക്കുന്നുണ്ടെങ്കിലും വരൻ കൊടുക്കേണ്ട വിവാഹമൂല്യം വധുവിന്റെ പിതാവിനാണ് എന്നോർക്കണം. അവിടെ ഇസ്ലാം ആ സ്ത്രീക്ക് തന്നെയാണ് വിവാഹമൂല്യം കൊടുക്കേണ്ടത് എന്നാണ് നിഷ്കർഷിക്കുന്നത്. പുരുഷനെ പോലെ സ്ത്രീക്കും സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമുണ്ട്. പൈതൃക സ്വത്തിൽ അവൾക്ക് അവകാശം നൽകിയിട്ടുണ്ട് ഇസ്ലാം. വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ വിശുദ്ധ ഖുർആൻ സംസാരിക്കുകയാണ്. സ്ത്രീക്ക് തന്റെ മാതാപിതാക്കളും ബന്ധുക്കൾ കുടുംബങ്ങളും വിട്ടേച്ചു പോകുന്ന സ്വത്തിൽ അവകാശമുണ്ട് എന്ന്. കുടുംബം മനുഷ്യനോളം പഴക്കമുള്ള പുരാതനമായൊരു സ്ഥാപനമാണ്. സാമൂഹിക ജീവിതത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് കുടുംബം. കുടുംബം എന്ന ഘടനയിലെ ഒരു പ്രധാന ഭാഗമാണ് സ്ത്രീ. ഇങ്ങനെ കുറെ ഭാഗങ്ങൾ ചേർന്ന ഒരു ജൈവ ഘടനയാണ് കുടുംബം. പുരുഷനാണ് കുടുംബത്തിലെ ഭരണ ചുമതലയും സാമ്പത്തിക ബാധ്യതയും ഏൽപ്പിച്ചിരിക്കുന്നത്. ഭാര്യക്ക് കുടുംബ സംവിധാനത്തിൽ സാമ്പത്തികമായി ചെലവഴിക്കേണ്ട ബാധ്യതയില്ല എന്ന് നമ്മൾ ഓർക്കണം. അവൾക്ക് സ്വന്തമായി വരുമാനമുണ്ടാക്കാം. പക്ഷേ ഭർത്താവാണ് കുടുംബത്തിലെ ചെലവ് മുഴുവനും വഹിക്കേണ്ടത്.
അവൾ സ്വമേധയാ തൃപ്തിപ്പെട്ടുകൊണ്ട് നൽകുന്ന ധനം മാത്രമേ ഭർത്താവിന് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. കുടുംബജീവിതത്തിലെ സമസ്ത വ്യവഹാരങ്ങളിലും സ്ത്രീയോട് നീതിയിലും നന്മയിലും പ്രവർത്തിക്കാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. എല്ലാ ഘട്ടങ്ങളിലും സ്ത്രീക്ക് പരിരക്ഷ നൽകുന്ന ഒരു രൂപമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഖൈറുക്കും ഖൈറുക്കും ലിനിസായിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവനയാണ്. എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൽ സ്ത്രീയുടെ സുരക്ഷ, അതിനുള്ള നൽകുന്ന കാവലും കരുതലും വളരെ മികച്ചതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ചർച്ച നടക്കുന്നത് ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ എന്ന മാർക്സ് ദേവ മുന്നോട്ട് വെച്ച പ്രമേയത്തിൽ എന്തുകൊണ്ടും ഉചിതമാണ് എന്ന് പ്രേക്ഷകരോട് ഉണർത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് കേരളം സൗത്ത് ജില്ലയുടെ എല്ലാ ഭാവുകങ്ങളും ആശീർവാദങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ധർമ്മധ്വനിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച കേന്നം കോഴിക്കോട് സൗത്ത് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് സുല്ലമി അവറുകൾക്ക് MGMന്റെ കൃതജ്ഞത. അടുത്തതായി നമുക്ക് അനൂന മൻസൂറിന്റെ ഒരു തൗഹീദ് ഗാനം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. കടലിൻ നടുവിൽ പിടയുന്ന മനുജന് കാവൽ നൽകിടും അല്ലാഹു. കടലിൻ നടുവിൽ പിടയുന്ന മനുജന് കാവൽ നൽകിടും അല്ലാഹു. കരയിൽ നേരിടും ദുരിതങ്ങളെല്ലാം ദൂരെ അകറ്റിടും അല്ലാഹു. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. എങ്ങോ മരിച്ച് പോയവരോട്, മണ്ണോട് മണ്ണായ പുണ്യാളരോട്, എങ്ങോ മരിച്ച് പോയവരോട്, മണ്ണോട് മണ്ണായ പുണ്യാളരോട്, എന്തിനു തേടണം സങ്കടമോദാൻ, ഓതിയാൽ അതുകൊണ്ട് എന്ത് ഗുണം. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. കാരുണ്യമേറിയോ
അല്ലാഹു പോരെ സഹായങ്ങൾ നൽകാൻ. എല്ലാം അറിഞ്ഞിടും എല്ലാം ഭരിച്ചിടും അല്ലാഹു പോരെ സഹായങ്ങൾ നൽകാൻ. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. ഇസ്ലാമിലെ സ്ത്രീ കാവലും കരുതലും എന്ന വിഷയം സംസാരിക്കാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈനബ ഷറഫിയയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹവും അവൻ്റെ നിഅമത്തും സദാ നമ്മിൽ വർഷിക്കുമാറാകട്ടെ. മുസ്ലിം സ്ത്രീ കാവലും കരുത്തും എന്ന വിഷയത്തിൽ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രം തന്നെ നാം ഓരോരുത്തരും വായിച്ചവരാണ്, പഠിച്ചവരാണ്. ഈ ലോകത്ത് ഇസ്ലാം മത പ്രബോധന രംഗത്ത് ആദ്യമായി പ്രവാചകനെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും കരുത്തേകിയതും ഖദീജ ബീവി അവർകളാകുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ. അപ്രകാരം തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരു യുദ്ധക്കളത്തിലേക്ക് മുന്നിട്ടിറങ്ങിയത് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയാണ്. നാം ഓരോരുത്തരും വായിച്ച് പഠിച്ച ചരിത്രമാണ്. സ്വന്തം മകനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കള്ളപ്രവാചകത്വം ചമഞ്ഞ് പുറത്തിറങ്ങിയ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ വീട്ടിലേക്ക് സ്വന്തം മകനായ ഹബീബിന് സെയ്ദിനെ പറഞ്ഞയച്ച ഉമ്മു അമ്മാറ. ആ മകനെ മുസൈലിമത്ത് ബിനുൽ കദ്ദാബ് കഷ്ണങ്ങളാക്കി മുറിച്ച് കൊന്നുകളയുകയും കൊന്നതിന് ശേഷം മാതാവ് വന്ന് കണ്ടെങ്കിലല്ലാതെ ശവശരീരം ഇവിടെ നിന്നും മാറ്റുകയില്ല എന്ന് വാശി പിടിച്ച മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ വീട്ടിലേക്ക് ധൈര്യസമേതം കടന്നു ചെന്ന ഉമ്മു അമ്മാറയുടെ ചരിത്രം നാം ഓരോരുത്തരും ഓർക്കണം. മകൻ്റെ ചേതനയറ്റ ശരീരം കണ്ടപ്പോൾ അവർ അട്ടഹസിക്കുകയോ ആർത്ത് കരയുകയോ ചെയ്തില്ല. അവർ പറഞ്ഞത് ധൈര്യസമേതം ഒരൊറ്റ വാക്കാണ്: മകനെ, ഇതിനു തന്നെയാണ് ഞാൻ നിന്നെ പ്രസവിച്ചത് എന്ന്. നിന്നെ ഞാൻ പ്രസവിച്ച് പോറ്റിയത് ഇതിനു തന്നെയാണ്. ഏതിന്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ ഷഹീദാകാൻ വേണ്ടി, ദീനിനു വേണ്ടിയാണ് ഞാൻ നിന്നെ വളർത്തിയത് എന്ന്. അത് പറഞ്ഞ് തിരിച്ചു പോരുന്നവർ നിയ്യത്ത് ചെയ്തു. മുസൈലിമത്ത് ബിനുൽ കദ്ദാബിനെ കൊല്ലണമെന്ന് തീരുമാനിച്ചവർ യമാമ യുദ്ധക്കളത്തിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സന്ദർഭത്തിൽ യുദ്ധക്കളത്തിലേക്ക് ഉച്ചത്തിൽ എവിടെയാണ് മുസൈലിമത്ത് ബിനുൽ കദ്ദാബ് എന്ന് ചോദിച്ചുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി യുദ്ധക്കളത്തിലിറങ്ങിയപ്പോൾ അവർ കണ്ടത് വഹശി അവരുടെ അടുക്കൽ വന്ന് പറയുകയാണ്: മുസൈലിമത്ത് ബിനുൽ കദ്ദാബിനെ ഞാൻ കൊന്നുകളഞ്ഞു എന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരം കഷ്ണമാക്കിയിട്ടത് ഉമ്മു അമ്മാറ പോയി കാണുകയും കണ്ടപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്ത് തിരിച്ചു പോന്ന ഉമ്മു അമ്മാറയുടെ ചരിത്രം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ചരിത്രങ്ങളാണ്. ഇനി നോക്കി നിങ്ങൾ, 4 മക്കളെയും യുദ്ധക്കളത്തിലേക്ക് വിട്ടയച്ചുകൊണ്ട് അവർ 4 മക്കളും ഷഹീദായി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ നെഞ്ചത്തടിച്ച് കരയാതെ, ആർത്തട്ടഹസിക്കാതെ, അവരെവിടെയെന്ന് ഓടിപ്പോകാതെ അൽഹംദുലില്ലാഹില്ലദീ ഷറഫനി ബിഖത്ലിഹിം എന്ന് അള്ളാഹുവിനോട് സ്തുതി പറഞ്ഞ ഹൻസ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം, അബൂ തൽഹയുടെ ഭാര്യയുടെ ചരിത്രം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും
സ്ത്രീകൾ ദീനിന് കാവലും കരുത്തുമായ ചരിത്രമാണ് ഇസ്ലാമിനുള്ളത്. എന്നാൽ ഇന്നത്തെ അവസ്ഥയോ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. നീ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ജനങ്ങളെ നീ ക്ഷണിക്കണം, നീ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നീ ക്ഷണിക്കണമെന്നാണ്. ബിൽ ഹിക്മത്തി യുക്തിപൂർവവും, വൽ മൗഇദത്തിൽ ഹസന സതുപദേശത്തോടും കൂടിയായിരിക്കണം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നീ ജനങ്ങളെ ക്ഷണിക്കലി എന്നുള്ള ഈ വാചകം മുസ്ലിം സ്ത്രീകളായ നമ്മളെല്ലാവരും മറന്നുപോയി എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാ വനിതകൾക്കും അള്ളാഹിൻ്റെ ദീനിനു വേണ്ടി അവർ എല്ലാം ത്യജിച്ചവരായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളോ സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാളെ മഹ്ശറിൽ നമ്മെ ചോദ്യം ചെയ്യുന്ന കാര്യം നാം മറന്നു പോകുന്നു അല്ലേ? ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞു, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, നിങ്ങൾ മുസ്ലിങ്ങളാവുക. ഒരു മുസ്ലിം സ്ത്രീയാകട്ടെ പുരുഷനാവട്ടെ, വഅമിലുസ് സ്വാലിഹാത്തി, അവൻ സൽക്കർമ്മം ചെയ്യുന്നവരായി കഴിഞ്ഞാൽ, ലനുകഫിറ അൻഹും സയ്യിആതിഹിം, നിങ്ങളിൽ തിന്മ വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അതെല്ലാം തന്നെ അള്ളാഹു മാപ്പാക്കി തരുമെന്നാണ്. അത് മായ്ച്ചു തരും. വലിനജ്സിയന്നഹും, നിങ്ങൾക്ക് അവൻ പ്രതിഫലം നൽകും. അഹ്സനല്ലദീ കാനൂ യഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതലായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിഫലം നൽകുമെന്നുള്ള വാഗ്ദാനം പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പണിയെടുക്കാൻ നമ്മൾ മടിച്ചു പോകുന്നു അല്ലേ? ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു പുരുഷനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഒരു സ്ത്രീക്കുണ്ട്. സ്ത്രീ കാവലും കരുത്തുമാണ്. ദീനിനെ കാക്കുന്നവരും ദീനിന് സഹായം നൽകുന്നവളും ദീനിനെ കരുത്താർജിക്കുന്നവളും അവളാകണം. നിങ്ങൾ നോക്കിയും ഒരു സക്കാത്തിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും നമുക്ക്. ഒരു സ്വതക്കയുടെ കാര്യം എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും നമുക്ക്. ഒരു ദാനധർമ്മത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ എല്ലാം തന്നെ ഈ കാര്യത്തിൽ സ്ത്രീ പിന്നിലാണ്. ദാനധർമ്മങ്ങൾക്ക് നമ്മൾ ഒരു സ്ത്രീയെ സമീപിച്ചു കഴിഞ്ഞാൽ, ഒരു സക്കാത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വതക്കക്ക് വേണ്ടി പണച്ചിലവുള്ള ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഒരു സ്ത്രീയോട് അടുത്ത് ചെന്നാൽ അവർ പറയുന്ന വാചകം എന്തായിരിക്കുമെന്നോ, ഇവിടുത്തെ പണവും ഇവിടുത്തെ സക്കാത്തും സ്വതക്കയും ഒക്കെ കൊടുക്കലേ എൻ്റെ ഭർത്താവാണ് എന്നാണ്. എൻ്റെ ഭർത്താവാണ്, അത് നിങ്ങൾ അവരെ കണ്ട് ചോദിച്ചാൽ മതി എന്നാണ്. എന്നാൽ ഈ ഭർത്താവിൻ്റെ കയ്യിലുള്ളതോ ഒരു സ്റ്റീൽ ചെയിനുള്ള ഒരു വാച്ച് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു പട്ടയുടെ ഒരു വാച്ച് മാത്രമായിരിക്കും. എന്നാൽ ഒരു സ്ത്രീയുടെ കയ്യിലോ ഇന്നത്തെ വിലയനുസരിച്ച് ഒരു ചുരുങ്ങിയത് ഒരു 3 ലക്ഷത്തിൻ്റെ ആഭരണം സാധാരണഗതിയിൽ ഒരു സ്ത്രീയുടെ കയ്യിലുണ്ടാവും. ഖുർആൻ പറഞ്ഞ വാചകം നിങ്ങൾ മറന്നു പോകരുത്. ഖുർആൻ എണ്ണി പറഞ്ഞ 10 കൂട്ടരിൽ വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത് എന്ന ഖുർആൻ പറഞ്ഞത്. ദാനധർമ്മം ചെയ്യുന്ന പുരുഷന്മാരും ദാനധർമ്മം ചെയ്യുന്ന സ്ത്രീകളും അല്ലാഹുവിൻ്റെ മഹത്തായ പ്രതിഫലവും മഗ്ഫിറത്തും ഉണ്ട് എന്ന് 10 വിഭാഗത്തെ എടുത്തു പറഞ്ഞതിൽ ഒരു വിഭാഗം ദാനധർമ്മം കൊടുക്കുന്ന സ്ത്രീകൾ എന്നാണ്. ഈ രംഗത്ത് നമ്മൾ വളരെ പിന്നിലാണ്. ഈ രംഗം നമ്മൾ ഏറ്റവും കൂടുതൽ വിനിയോഗിക്കുന്നുവെങ്കിൽ നമ്മുടെ സമുദായത്തിലോ നമ്മുടെ സമൂഹത്തിലോ ദാരിദ്ര്യം തന്നെ ഉണ്ടാവുകയില്ല. അത്രമാത്രം സ്വർണം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഓരോരുത്തരും മനസ്സിലാക്കണം, ഇന്ന് നാം കൂട്ടി വെക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ നാളെ മാശറയിൽ അതുകൊണ്ട് തന്നെ തീക്കട്ടകളാക്കിക്കൊണ്ട് അതുകൊണ്ട് നരകം ആക്കി ആ ആഭരണങ്ങളെ അള്ളാഹു നമ്മെ അണിയിപ്പിക്കുമെന്നുള്ള ഒരു ഭയം ഓരോ സ്ത്രീയും നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും, ഓരോ സ്ത്രീയുടെയും ജീവിതത്തിലുണ്ടാകണം. മുസ്ലിം സ്ത്രീ കാവലും കരുത്തുമാകുമ്പോൾ ദീനിയായ രംഗത്ത് അവൾ കാവലാകണം. അപ്രകാരം തന്നെ എവിടെ കുറഞ്ഞു പോയാലും അവിടെ ശക്തി കൂട്ടാൻ അവിടെ കയ്യിലുള്ള സമ്പത്ത് അവൾ ചിലവഴിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ദീനിന് അതൊരു കരുത്തും കാവലുമാകുന്നത്. ഇനി ഒരു കുടുംബത്തിൻ്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കുക. ഒരു കുടുംബത്തിൽ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, എല്ലാവരുമുണ്ട്. ആ കുടുംബത്തിൻ്റെ കാവലും കരുത്തും അവളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വഹിയിറങ്ങി ഈ സ്വർണത്തെക്കുറിച്ചും ഈ വെള്ളിയെക്കുറിച്ചും സഹാബാ കിറാമുകൾ ചോദിച്ചു, ഞങ്ങൾ ഏതെടുക്കണമെന്ന്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്കതല്ല ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞ് 3 കാര്യം പറഞ്ഞു കൊടുത്തു.
ഒന്ന്, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു ഹൃദയവും അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലാനുള്ള ഒരു നാവും നിങ്ങളെ ദീനിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഭാര്യയും ഉണ്ടാകണമെന്നാണ്. ആ ഭാര്യമാർ മുസ്ലിം സ്ത്രീകളായ നമ്മൾ താങ്ങും തണലുമാകണം ഭർത്താക്കന്മാർക്ക്. ദീനിയായ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് പണമില്ലെങ്കിൽ എടുത്തു കൊടുക്കാൻ നമ്മുടെ ആഭരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തുകൾ എന്താണോ നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ എടുത്തു കൊടുക്കാനുള്ള ഈമാൻ നമുക്കുണ്ടെങ്കിൽ അതാണ് നമ്മൾ ദീനിനെ സഹായിക്കൽ. ആ സഹായം നമ്മൾ ചെയ്യുമ്പോഴാണ് മുസ്ലിം സ്ത്രീ കാവലും കരുത്തുമാകുന്നത്. തൻ്റെ കുടുംബത്തിലുള്ള തൻ്റെ മക്കൾ, തൻ്റെ കുട്ടികൾ ദീനിയായി ജീവിക്കണമെന്ന് ഒരു സ്ത്രീക്ക് നിർബന്ധമുണ്ടാകണം. ആ നിർബന്ധമുണ്ടെങ്കിൽ മാത്രമാണ് ആ കുടുംബം നന്നാവുക. അതല്ല എങ്കിൽ കുത്തഴിഞ്ഞ കുടുംബമായിരിക്കും. ഖുർആൻ പ്രയോഗിച്ചത് അതാണല്ലോ, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ലുഹും ഔലിയാഉ ബഅ്ദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി എന്നാണ്. സത്യവിശ്വാസികളായ പുരുഷന്മാരും വിശ്വാസിനികളായ സ്ത്രീകളും പരസ്പരം മിത്രങ്ങളാണ്. അവർക്ക് ബാധ്യതയുണ്ട് ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനും നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിപ്പിക്കുവാനും. ഖുർആൻ നിർബന്ധം പറഞ്ഞു, വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി എന്ന്. നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാവുക തന്നെ ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, ഒരു സമുദായം എന്ന് പറയുമ്പോൾ പുരുഷന്മാർ മാത്രമാവുമോ? സ്ത്രീ വേണ്ടേ? സ്ത്രീ വേണ്ടേ? തീർച്ചയായും സ്ത്രീ വേണം. ഖുർആൻ അതാണ് പറഞ്ഞത്, നിങ്ങളിൽ നിന്നൊരു സമുദായമാണ് ഉണ്ടാകേണ്ടത്. ആ സമുദായത്തിന് അള്ളാഹുവിൻ്റെ നീതിപൂർവമായിട്ടുള്ള ആ ദീൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നന്മ ഏതൊക്കെയുണ്ടോ അതൊക്കെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുവാനും തിന്മ ഏതൊക്കെ ഉണ്ടോ അതിനൊക്കെ വിലക്കുവാനും ഉള്ള ഒരു സമുദായം അങ്ങനെ അതിനുള്ള ഒരു സമുദായം ഇവിടെ ഉണ്ടാകണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ദീനിയായ മേഖലയിൽ നാം എത്ര പ്രവർത്തിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ച വാചകം എന്താണ്? വല്ലദീന ജാഹദു ഫീന എന്നാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറായാൽ, ജിഹാദ് ചെയ്യാൻ തയ്യാറായാൽ, ലനഹ്ദിയന്നഹും സുബുലന, അള്ളാഹുവിൻ്റെ വഴികൾ, അള്ളാഹുവിൻ്റെ മാർഗങ്ങൾ അവൻ നിങ്ങൾക്ക് ഹിദായത്ത് കാണിച്ചു തരും. ആ മാർഗങ്ങളിൽ നിങ്ങൾക്ക് അള്ളാഹു അവൻ്റെ ഹിദായത്ത് കാണിച്ചു തരും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാവുക എന്നും പടച്ച തമ്പുരാൻ നമ്മോട് താക്കീത് ചെയ്തു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കണം, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ എടുത്തു പറഞ്ഞു ഫസ്സാലിഹാത്തു, സ്വാലിഹായ സ്ത്രീകൾ എന്നാ പറഞ്ഞത്. സ്വാലിഹായ സ്ത്രീകൾ അവർ ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അവർ സ്വാലിഹാത്തുകളാകണം. ഖാനിതാത്ത്, അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയഭക്തിയുള്ളവരാകണം. ഹാഫിളാത്തുൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അള്ളാഹു അവരോട് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ അവർ സൂക്ഷിക്കണമെന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന ഉണ്ടെങ്കിൽ ആ കൽപ്പന നമ്മൾ സ്വീകരിക്കൽ നിർബന്ധമാണ്. ആ കൽപ്പന ഉണ്ടെങ്കിൽ ആ കൽപ്പനകൾ നിർബന്ധമായി നമ്മൾ സ്വീകരിക്കണമെന്നാണ്. എന്നാൽ മാത്രമാണ് നമ്മളൊരു മുസ്ലിം സ്ത്രീയാവുന്നത്. ഒരു മുസ്ലിം സ്ത്രീ ദീനിനും സമുദായത്തിനും സമൂഹത്തിനും കാവലും കരുത്തുമാകണം. നിങ്ങൾ നോക്കി, ഒരു വിപത്ത്, ഒരു ആപത്ത്, ഒരു അപകടം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ തളരേണ്ടവരല്ല നമ്മൾ. ഒരു കൂട്ടത്തിൽ, ഒരു കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ താങ്ങാനും അവർക്ക് കരുത്ത് പകരാനും നമ്മളാണ് കൂടെ ഉണ്ടാകേണ്ടത്. അതിൻ്റെ ടൈറ്റിലാണ് മുസ്ലിം എന്ന്. മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾക്കതിലുള്ള കഴിവുണ്ടാകണമെന്നതാണ്. അതുകൊണ്ട് സത്യവിശ്വാസിനികളായ നാം ഓരോരുത്തരും പ്രവാചകൻ പഠിപ്പിച്ചാലോ, ഇമ്രാത്തുൻ, ഒരു സ്ത്രീ ഇതാ സ്വല്ലത്ത് ഹംസഹ, 5 വക്ത് നമസ്കരിക്കുന്നവളാകണമെന്നാണ്. വസാമത്ത് ഷെഹ്റഹ, നോമ്പനുഷ്ഠിക്കുന്നവളാകണം. വഅത്വാഅത്ത് ബഅലഹ, ഭർത്താവിനെ അംഗീകരിക്കുന്നവളാകണം. വഹ്സനത്ത് ഫർജഹ, അവിടെ ശരീരം കാത്തു സൂക്ഷിക്കുന്നവളാകണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തദ്ഖുലുൽ ജന്ന ഫി അയ്യി ബാബിൻ മാ ശാഅത്ത്, അവൾക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദീനിൻ്റെ താങ്ങും തണലുമായി കരുത്തും കാവലുമായിക്കൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമിടുന്നു. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്ത്രീ എന്നും കാവലാണ്, കരുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന സൈനബ ഷറഫിയേക്ക് MGMന്റെ കൃതജ്ഞത അറിയിക്കുന്നു. ധർമ്മധ്വനിക്ക് ആശംസകൾ അറിയിക്കാൻ ISM കോഴിക്കോട് സൗത്ത് ജില്ലാ പ്രസിഡന്റ് ഉസ്മാൻ സിറ്റിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ എന്ന ക്യാപ്ഷനിൽ KNM മർക്കസ് ദവ നടത്തുന്ന ക്യാമ്പയിൻ നടന്നു വരികയാണല്ലോ. അതിൽ ഇസ്ലാമിൽ സ്ത്രീകളുടെ പങ്ക്,
ഇസ്ലാമിക ചരിത്രത്തിൽ സ്ത്രീകളുടെ പങ്ക് നാം പഠനവിധേയമാക്കേണ്ടതും അത് നമ്മുടെ സ്ത്രീകൾക്ക് നാം പകർന്നു കൊടുക്കേണ്ടതുമാണ്. പ്രവാചകനായ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതത്തിൽ 3 സ്ത്രീകളുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. ഫിർഔന്റെ വാളിന് ഇരയാക്കാൻ വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ള ഫിർഔന്റെ മൂസാ നബിയുടെ ഉമ്മയും പെങ്ങളും, അതുപോലെ തന്നെ ഫിർഔന്റെ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബിയെ വളർത്തി വലുതാക്കിയിട്ടുള്ള ഫിർഔന്റെ ഭാര്യ, ഇതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിട്ടുള്ള മക്കയിലെ മക്ക മുശ്രിക്കുകളുടെ ക്രൂരമായ പീഡനത്തിൽ നിന്നും തടുത്തു നിർത്തിയിട്ടുള്ള നബിയുടെ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, പിന്നീട് ഇസ്ലാമിക പ്രബോധനത്തിനും ഇസ്ലാമിക മുന്നേറ്റത്തിനും കാരണമായിട്ടുള്ള നബിയുടെ മറ്റു ഭാര്യമാർ, ഇവരൊക്കെ ഇസ്ലാമിൽ വളരെ മാതൃകയോഗ്യരായിട്ടുള്ള സ്ത്രീകളാണ്. അതുപോലെ തന്നെ പിന്നീട് ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിട്ടുള്ള അക്രമം, ചങ്കിസ് ഖാൻ്റെ ആക്രമണത്തിൻ്റെ ഭാഗമായി ഇസ്ലാമിക ലോകം ചിന്ന ഭിന്നമായപ്പോൾ ആ ചങ്കിസ് ഖാനും കൂട്ടരും നിർബന്ധപൂർവം തങ്ങളുടെ ഭാര്യമാരാക്കിയിട്ടുള്ള മഹദികൾ, മുസ്ലിം മഹദികൾ, അവർ അന്തപുരത്തിൽ ഇസ്ലാമിനെ കൃത്യമായി തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് പരിചയപ്പെടുത്തുകയും രാജാവ് അടക്കമുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അതേ നശിച്ച അഥവാ സാമ്രാജ്യം തിരിച്ചു ലഭിക്കുവാൻ കാരണക്കാരായിട്ടുള്ള ആ മഹിതകൾ, പ്രബോധിതരായിട്ടുള്ള ആ മഹിതകൾ, ഇവരുടെയൊക്കെ ചരിത്രം നാം പഠനവിധേയമാക്കുകയും അത് നമ്മുടെ സ്ത്രീകൾക്ക് നാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം സംഘടിപ്പിക്കുന്ന അഥവാ MGM സംഘടിപ്പിക്കുന്ന ഇസ്ലാമിലെ സ്ത്രീകളുടെ കരുത്തും കാവലും എന്നുള്ള ആ വിഷയം എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്. MGM സംഘടിപ്പിക്കുന്ന ധർമ്മധ്വനിയുടെ ഭാഗമായി MGM കോഴിക്കോട് സൗത്ത് ജില്ല സംഘടിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന് ISM കോഴിക്കോട് സൗത്ത് ജില്ലയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ധർമ്മധ്വനിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ISM കോഴിക്കോട് സൗത്ത് ജില്ലാ പ്രസിഡന്റ് ഉസ്മാൻ സിറ്റിക്ക് MGMന്റെ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി ഉള്ളത് പരിമിതികളെയും വെല്ലുവിളികളെയും ഉയർച്ചയുടെ പടവുകളാക്കി മാറ്റി ആത്മവിശ്വാസത്തിൻ്റെയും പോസിറ്റീവ് ചിന്തകളുടെയും ബലത്തിൽ ജീവിതം സർഗാത്മകമാക്കി മാറ്റിയ പുതുതലമുറയുടെ ആവേശമായ നൂർ ജലീലയാണ്. അവരുമായി നമുക്ക് അല്പം സംവദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജനവാതിലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങൾ കാണണോ താഴെയുള്ള ചെളി കാണണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. വിജയത്തിന്റെ രസതന്ത്രം എന്ന പുസ്തകത്തിൽ മജീദ് മൂത്തേടത്തിന്റെ വാക്കുകളാണിത്. ഏത് സാഹചര്യത്തിലും പോസിറ്റീവായി ചിന്തിക്കുന്നവരാണ് വിജയികൾ. ഈ ലോകത്ത് മഹാന്മാരായ ആരും തന്നെ ഇതെനിക്ക് അനുകൂലമായ സാഹചര്യമല്ല എന്ന് പരാതിപ്പെട്ടിട്ടില്ല. വിജയം എന്നത് താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിനു വേണ്ടി നിരന്തരമായി നിലകൊള്ളുന്ന തത്വമാണ്. ജീവിതത്തെ വളരെ പോസിറ്റീവായി കണ്ട ഒരു കൂട്ടുകാരിയെ നമുക്ക് പരിചയപ്പെടാം. എല്ലാവരിലും പ്രകാശം പരത്തുന്ന നൂർ ജലീല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നൂർ ജലീലിനെ പറ്റി ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പം അവർക്കൊക്കെ പറയാൻ ഭയങ്കര ആവേശമാണ്. കോളേജിലൊക്കെ ഭയങ്കര ടാലന്റഡ് ആണ്, ടീച്ചേഴ്സിന്റെ ഒക്കെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നൂറിനെ ഒരു ബ്ലോക്കിൽ നിന്ന് വേറൊരു ബ്ലോക്കിലേക്ക് കൊണ്ടുപോകാനും പിന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരെയുള്ള ഒരു കുട്ടിയാണെന്നാണ് പറഞ്ഞത്. കാരണം ഒരു കാര്യം ഏറ്റെടുത്താൽ അത് എങ്ങനെയെങ്കിലും നടത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്ന ഒരു കുട്ടിയാണ്. തീർച്ചയായും ഫ്രണ്ട്സിനൊക്കെ എന്തായാലും മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇങ്ങനെ ആയതുകൊണ്ടൊക്കെ. പക്ഷെ ഞങ്ങളെല്ലാം ഇടയ്ക്കൊക്കെ വീഡിയോ കോൾ ചെയ്യും. അങ്ങനെ രസമാണ്. ഈ ലോക്ക്ഡൌൺ ആയപ്പോ എന്തൊക്കെയാണ് ചെയ്തത്? പുതിയതായി എന്തൊക്കെ ചെയ്തു? ലോക്ക്ഡൗൺ ശരിക്കും എനിക്ക് ഒരു എന്താ പറയാ കാര്യം ശരിയാണ്, കുറേ പ്രയാസങ്ങളുണ്ടായി. പക്ഷെ അതെനിക്ക് ഇൻഡയറക്റ്റ്ലി കുറേ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് ക്രാഫ്റ്റ് കാര്യങ്ങൾ ചെയ്യാനും പിന്നെ എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഒരു പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ഹാൻഡ്ലെസ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടു. അപ്പോൾ കുറേ ആളുകളൊക്കെ അറിഞ്ഞു. അങ്ങനെ കുറേ ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം പറ്റി. അത്യാവശ്യം പ്രസംഗിക്കുന്ന ഒക്കെ ഒരു കുട്ടിയാണല്ലോ. അപ്പോൾ വായനാശീലം ഉണ്ടോ?
ഞാൻ അങ്ങനെ അധികം വായിക്കാറില്ല. എങ്കിലും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ ആരാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമായ ബുക്ക് ബെന്യാമിൻ്റെ ആടുജീവിതം. അത് എത്ര പ്രാവശ്യം വായിച്ചു? അത് കുറേ വട്ടം വായിച്ചിട്ടുണ്ട്. ആദ്യത്തെ തവണ ഞാൻ അല്ലെങ്കിൽ ഒരു ബുക്കൊന്നും ഒറ്റയടിക്കിരുന്ന് വായിച്ച് തീർക്കണ ആളല്ല, പക്ഷെ ആ പുസ്തകം ഞാൻ ഇരുന്ന് വായിച്ച് ഫുള്ള് തീർത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് കഴിച്ചാൽ അതാണ്. നൂറു പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്, പക്ഷെ നൂറുവിന്റെ ഇൻസ്പിറേഷൻ ആരാണ്? ചിലപ്പോഴൊക്കെ എൻ്റെ ഇൻസ്പിറേഷൻ എനിക്ക് എന്നെ തന്നെയായിട്ട് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലായ്മ ഒക്കെ തരണം ചെയ്തിട്ടല്ല, ഇല്ലായ്മ കൂടെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോണത്. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഇതൊക്കെ എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരിക്കും. ആ ഒരു കരുത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് എനിക്ക് എനർജി തരുന്നത്. പിന്നെ ഓരോ പേഴ്സണാലിറ്റീസ് പറയുകയാണെങ്കിൽ മുനീബ മസാരി, നിക്ക്, സ്പീച്ചുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ലൈഫും അവർ പറയുന്ന കാര്യങ്ങളും കഥകളൊക്കെ നല്ല ഇൻസ്പയറിംഗ് ആയിട്ടും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒറ്റ ഒരാളല്ല, പല പല ആളുകളിൽ നിന്നും പല പല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും ചിലപ്പോൾ ഞാനും ഇയാളും ഒക്കെ വേറെ ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവും. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യും. അപ്പോൾ എല്ലാവരും കൂടെ നല്ലത് ചെയ്യുമ്പോൾ എന്താ പറയുക, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തമ്മിൽ എല്ലാവരും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. നൂറ് നന്നായി ചിത്രം വരക്കും, നന്നായി പാട്ട് പാടും, നന്നായി വയലിൻ വായിക്കും. എങ്ങനെയാണ് ഈ കഴിവുകളൊക്കെ ഇങ്ങനെ അറിയപ്പെട്ടത്? എങ്ങനെയാണ് ഈ കഴിവുകളൊക്കെ മനസ്സിലാക്കിയത്? ആരാണ് ഈ ഇങ്ങനെയൊക്കെ ഒരു കഴിവുകൾ ഉണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത്? ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെ കുത്തി വരക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് ക്രയോൺസും അങ്ങനത്തെ കുറേ വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുതരും. ചിലപ്പോൾ ഒരു പേപ്പറൊക്കെ വെച്ച് തരും. ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഇപ്പം ഞാൻ 2 കൈ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു രീതിയാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറ്റുന്ന പോലെ പെയിൻ്റൊക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വരച്ചു. അതിനുശേഷം എനിക്ക് നല്ലോണം മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത് എൻ്റെ സ്കൂളിൽ നിന്നുള്ള നല്ല പ്രോത്സാഹനം, പിന്നെ എൻ്റെ സിസ്റ്ററായാലും ഉമ്മയായാലും ഉപ്പയായാലും എല്ലാവരും ചെയ്ത് നോക്കാനുള്ളൊരു സപ്പോർട്ട് വരും. സ്കൂളിൽ നിന്ന് എനിക്ക് ഓൾ ഇന്ത്യ പെയിൻറ്റിങ് കോമ്പറ്റീഷനൊക്കെ 2 വട്ടം ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ടീച്ചർ ഉണ്ടായിരുന്നു ആർട്ടിൻ്റെ, ജാനത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടീച്ചർ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ എലക്യൂഷൻ ആണെങ്കിലും ലൂസി മാം എന്ന് പറഞ്ഞത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വയലിനും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഫ്രണ്ട് വയലിൻ പഠിക്കുന്നത് കണ്ടിട്ട് ആ മോഹം കൊണ്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അപ്പം അങ്ങനെ ഞാൻ തന്നെ കണ്ടുപിടിച്ച എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു രീതിയിലാണ് ഞാൻ വായിക്കുന്നത്. ഇനി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇനി ചെയ്യാൻ ആഗ്രഹം വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ചെയ്തുകൊണ്ട് നല്ലോണം ഇമ്പ്രൂവ് ആവുക, ആളുകളിലൊക്കെ ഒന്ന് മനസ്സിലാവണം. കാരണം കയ്യും കാലിലും അല്ല കാര്യം, നമ്മുടെ മനസ്സിലാണ് കാര്യം എന്നുള്ളൊരു സംഭവം കൺവേ ചെയ്യണം എന്നൊരാഗ്രഹം. ഹിമാലയം കയറണം എന്ന് ഒരുപാട് ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു. അപ്പോൾ അത് എത്രത്തോളം? എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അധികം സ്ഥലത്തൊന്നും പോയിട്ടില്ല. എനിക്ക് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ലിസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പോകേണ്ട സ്ഥലങ്ങളും അങ്ങനെയൊക്കെ. നമ്മളൊക്കെ ഇങ്ങനെ ബാംഗ്ലൂരൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ സാധാരണ നമ്മളെല്ലാവരും ഹൈവേയിൽ കൂടിയൊക്കെയാണ് പോവുക. ഞങ്ങളങ്ങനെയല്ലേ പോകുക, കണ്ട ഊടുവഴി മുഴുവനും പോയി അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് പോവാറ്. ശരിക്കും പറഞ്ഞാൽ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്തുള്ള സ്ട്രെസ്സും കുറേ സങ്കടങ്ങളും അതൊക്കെ റിലീവ് ചെയ്യാനായിട്ടുള്ളൊരു നേച്ചറിൻ്റെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ട്രാവലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹിമാലയം ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇൻഷാല്ലാ പോകാൻ സാധിക്കട്ടെ. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കണം എന്നുള്ള ആ ഒരു നിയമത്തോട് നൂറിന് എന്താണ് പറയാനുള്ളത്? ഞാനും കുറേ ഈ സംഭവത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ആ ഒരു വിഷയത്തിനെ പറ്റി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാൻ തോന്നുമ്പോൾ കല്യാണം കഴിക്കുക. അത് അങ്ങനെ ഞാനങ്ങനെയാണ് ചിന്തിക്കാറ്. ഇന്ന പ്രായം അങ്ങനത്തേലൊന്നും എനിക്ക് വിശ്വാസമില്ല. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് +2 കഴിയുമ്പോഴത്തേക്കും അവർക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഇത്രയും വേഗം കെട്ടിച്ചിടുന്നത്. അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ കല്യാണം കഴിക്കുക എന്നുള്ളൊരു പോയിന്റാണ് എൻ്റെത്. മദ്രസ പഠനം മദ്രസ എനിക്ക് എന്താ പറയുക, ചെറുപ്പകാലത്തിൽ മിസ് ചെയ്ത ഒരു ഏറ്റവും വലിയ സംഭവമാണ് മദ്രസ. ഞാൻ മദ്രസയിൽ അങ്ങനെ കാര്യമായിട്ട് പോയി പഠിച്ചിട്ടില്ല. രാവിലെ 6 മണി 7 മണിയൊക്കെയാണ് ഇത് വരിക. അപ്പോൾ എനിക്ക് ആ സമയത്ത് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം അന്ന് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ 7:30 ബസ് വരും. അപ്പോൾ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ കാരണം പോകാൻ പറ്റിയില്ല. പക്ഷേ കോഴിക്കോട് SLRC സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെൻറ്റർ അവിടെ ഞാൻ പോയി പഠിച്ചിട്ടുണ്ട്. അവിടെ വെക്കേഷൻ ബാച്ച് ഉണ്ടാവാറുണ്ട് ഏപ്രിലെങ്ങാണ്ടും. അപ്പോൾ എൻ്റെ ഉമ്മ അവിടെ സ്റ്റുഡൻ്റാണ്, 13 കൊല്ലമായി അവിടെ പഠിച്ച്.
അപ്പോൾ എന്നെ രാവിലെ ഒരു 9:30 ഒക്കെ ആകുമ്പോൾ കൊണ്ടുവരും. വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു 1:30 വരെ ക്ലാസ് ഉണ്ടാവും. അത്രയും നേരം ഉമ്മ അവിടെ ഇരിക്കും. എന്നിട്ട് അവിടുന്ന് എനിക്ക് ഒരുപാട് നല്ല നല്ല അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ചെറുതാണെങ്കിലും ഒരുപാട് കഥകളും ഒക്കെ ആയിട്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട്. പിന്നെ വെച്ചാൽ എന്നെ തുടക്കത്തിലൊക്കെ ഖുർആൻ ഓതാനൊക്കെ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മ തന്നെ. ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ പഠിപ്പിച്ചു തന്നും അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നും. അങ്ങനെ എന്താ പറയുക, മദ്രസയിൽ പോയിട്ടില്ലെങ്കിലും അത്യാവശ്യമായിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ SLRCയിൽ പഠിച്ചിരുന്ന സമയത്ത് വെക്കേഷൻ ബാച്ചിലൊക്കെ എനിക്ക് 2nd റാങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫാത്തിഹ മത്സരത്തിന് ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സമയത്ത് നമസ്കരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടോ? ഞാൻ സാധാരണ ചെയറിലിരുന്നാണ്, ആർട്ടിഫിഷ്യൽ ലിംബ് ഉപയോഗിക്കുമ്പോൾ ചെയറിലിരുന്നാണ് നിസ്കരിക്കാറ്. പിന്നെ പുറത്ത് പോകുമ്പോൾ പണ്ട് കൊറോണൻ്റെ മുമ്പൊക്കെ ഏതെങ്കിലും നല്ല പള്ളി കാണുമ്പോൾ അവിടെ കയറി നിസ്കരിക്കും. യാത്രയിലൊക്കെ ആണെങ്കിൽ കൂട്ടി നിസ്കരിക്കും. അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അല്ലാണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി നിസ്കാരമൊക്കെ കൊളായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കാറിൽ നിന്ന് തന്നെ നിസ്കരിക്കും. എങ്ങനെയാണെങ്കിലും നിസ്കാരം ഞാനങ്ങനെ മാറ്റാറില്ല ഇതുവരെ. എനിക്ക് എന്താ പറയുക, പ്രശ്നം വരുമ്പോഴും ഇല്ലാത്തപ്പോഴും ചെന്ന് പറയാനുള്ള ഒരാൾ പഠിച്ചവനല്ലേ. അപ്പോൾ അതൊന്നും മനസ്സിലുണ്ട് നിസ്കാരം. അങ്ങനെ മുസ്ലിം സ്ത്രീകൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടെന്ന് പലരും പറയാറുണ്ട്. നൂറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പരിമിതികൾ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എന്താ പറയുക, നമ്മുടെ ഇസ്ലാം ഒരു ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മതമാണ്. അങ്ങനെ ഒരുപാട് വിലക്കുകളോ അങ്ങനെയൊന്നും നമ്മൾ വിലക്കായിട്ട് കണ്ടാലാണ് അത് അങ്ങനെ ആവുക. പക്ഷേ നമ്മുടെ ഒരു സേഫ്റ്റിയും എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ളൊരു അടിപൊളി സംഭവമാണ് ഇസ്ലാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ സ്ത്രീകൾക്ക് അതിൽ പരിമിതി ഉണ്ടോയെന്ന് വെച്ചാൽ അതിൻ്റേതായ എന്താ പറയുക, നമ്മൾ പരിമിതി എന്ന് ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിലെടുത്ത് പറയുമ്പോൾ തട്ടടതിനെ പറ്റിയൊക്കെ കുറേ പറയാനും കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഐഡൻറ്റിറ്റി, അതൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ അതിങ്ങനെ ഒരു പരിമിതിയായിട്ട് തോന്നാറില്ല. പിന്നെ നമ്മളിൽ വിശ്വസിക്കുക. ഖുർആൻ വിജ്ഞാന പരീക്ഷകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്? അങ്ങനെ പോയിട്ടില്ല ഇതുവരെ. ഞാൻ നേരത്തെ പറഞ്ഞ മദ്രസയിൽ അങ്ങനത്തെയൊക്കെ പോയിട്ടുള്ളൂ. കാരണം അത്ര ഇതൊന്നുമില്ല. പക്ഷെ ഖുർആനൊക്കെ ഓതാനറിയാം അത്യാവശ്യം. നൂറുവിനെ എപ്പോൾ കാണുമ്പോഴും വളരെ ഹാപ്പിയായി ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും കാണാറുള്ളത്. ഹൈസക്കിനൊക്കെ വന്നാലും കുടുംബത്തിലായാലും പുറത്താണെങ്കിലും ഒക്കെ വളരെ ബോൾഡായിട്ട് ഹാപ്പി ആയിട്ടാണ് ഉണ്ടാവല്. കുടുംബജീവിതം സന്തോഷകരമാക്കാന്, ആസ്വാദകരമാക്കാന് എന്താണ് ചെയ്യാറുള്ളത്? ഏറ്റവും എന്താ പറയുക, നല്ല കുടുംബം ഉണ്ടാവണമെങ്കിൽ എല്ലാവരും തമ്മിൽ നല്ല സംഭാഷണങ്ങൾ, എന്താ പറയുക, തമ്മിൽ വർത്താനം പറയണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് പോയി ക്ലിയർ ചെയ്യണം. അങ്ങനെയൊക്കെ വേണം. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വെച്ചാൽ ഏറ്റവും നല്ല റാഹത്തായിട്ടുള്ളത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ, അതെ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തമാശകളോ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തമ്മിൽ ഷെയർ ചെയ്യുമ്പോൾ ആ കുടുംബത്തിൻ്റെ ആ ഒരു എന്താ പറയുക വേര് നല്ലോണം ടൈറ്റായിട്ടിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പകുതിയിലേറെ ഇപ്പം ഞാനായാലും എൻ്റെ ആ ഒരു ചിരിച്ച് നല്ല സന്തോഷമുള്ളൊരു ഭാഗം മാത്രമേ നമ്മളെല്ലാവരെയും കാണിക്കുള്ളൂ. സങ്കടമുള്ളൊരു വേറൊരു ഭാഗം എനിക്കായാലും നിനക്കായാലും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, പ്രശ്നങ്ങൾ ഉള്ളിൽ ഒതുക്കാതെ മറ്റുള്ളവരോട് കുടുംബത്തിലുള്ളവരുടെ ആയാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് എന്താ പറയുക, കുടുംബബന്ധം നമ്മൾ എന്താ പറയുക ആരെയും ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കരുത്. എന്നാണോ എപ്പോഴാണോ ആരും പോവുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള സമയത്ത് നല്ല രീതിയിൽ ജീവിക്കുക. കാരണം നമ്മളൊക്കെ പടച്ചോനെ ഈ ഭൂമിയിലോട്ട് വിട്ടതിൻ്റെ ഒരു ഉത്തരം എന്താ പറയുക കാരണം തന്നെ അതാണ്. വെറുതെ പഠിച്ച് കുറേ ജോലി ഉണ്ടാക്കി പൈസ ഉണ്ടാക്കിയിട്ടല്ല, നമ്മൾ തമ്മിൽ സ്നേഹം ഉണ്ടാവും. നമ്മളെ പറയൂലേ എന്താണ് ഏറ്റവും നല്ല സന്തോഷം നമുക്ക് ഉണ്ടാകുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക സന്തോഷം നമ്മൾ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ വേറെ ഒരാൾ കാണുമ്പോൾ ചിരിക്കുമ്പോഴും അതൊക്കെ നല്ല സതക്കയാണെന്ന് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. അപ്പോൾ തമ്മിൽ സംസാരിക്കുക, മറ്റുള്ളവരോട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞത് തീർക്കുക. അപ്പോഴാണ് നല്ലൊരു കുടുംബം ഉണ്ടാവുക. നമ്മൾ മനസ്സിൽ വെക്കുമ്പോൾ അത് വേറെ രീതിയിലായിരിക്കും വരും. നൂറിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതെനിക്ക് താങ്ങാൻ പറ്റാത്തതാണ് അല്ലെങ്കിൽ സങ്കടാക്കിയ ഏതെങ്കിലും നിമിഷങ്ങളുണ്ടോ? എനിക്ക് സങ്കടം വരാറുള്ള ഒരു നിമിഷം എന്താ വെച്ചാൽ, ഞാൻ ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിട്ടാണ് നടക്കുന്നത്. കോഴിക്കോട് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് കാലുണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതിന്മേ സപ്പോർട്ടിംഗ് ആയിട്ട് രണ്ട് സൈഡിലും സ്റ്റീൽ റോഡ്സ് ഉണ്ടാവും.
അപ്പോൾ ഓരോ കൊല്ലത്തുമ്പോൾ ആ സ്റ്റീൽ റോഡ് പൊട്ടും. അപ്പോൾ എനിക്ക് എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ച് പൊട്ടിയപ്പോൾ എനിക്ക് അനങ്ങാൻ പറ്റില്ല. ഭയങ്കര ഒരു പ്രയാസമാണ്. എത്ര പോസിറ്റീവാണെന്നൊക്കെ പറഞ്ഞാലും അപ്പം ഞാൻ നിന്ന് കരയും. പിന്നെ ആരെങ്കിലുമൊക്കെ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ എടുത്തോണ്ടൊക്കെ പോകേണ്ടി വരും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നി. പക്ഷേ ആ ഒരു ഇതിനും പഠിച്ചവന് എന്നെ സമാധാനിപ്പിച്ച് എന്നെനിക്ക് വിശ്വാസമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യണത് ഒരു ജർമ്മൻ കമ്പനി ആയിട്ടുള്ള ഓട്ടോബോക്ക് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ കാലാണ്. അവരെനിക്ക് വേണ്ടി അങ്ങനെ കസ്റ്റമൈസ്ഡാക്കി ഉണ്ടാക്കി തരും. അത് എറണാകുളത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും കാലിൻ്റെ ആ ഒരു ഫീലും കാലുകൊണ്ട് നടക്കുമ്പോഴുള്ള ഒരു എന്താ പറയുക ആ ഒരു ഫീലും ഒക്കെ കിട്ടുന്നത്. കുറേ കാലം ആഗ്രഹിച്ചിരുന്നതുമാണ്. പക്ഷെ ഇപ്പോൾ അതെനിക്ക് ഓർക്കുമ്പോൾ എന്താ പറയുക ഞാൻ അതും കടന്നു വന്നു എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. സിവിൽ സർവീസ് ആണ് താല്പര്യം എന്ന് പല ഇന്റർവ്യൂസിൽ പറഞ്ഞല്ലോ. അപ്പൊ അതിലേക്ക് എത്താറായോ? ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇൻഷാ അല്ലാ തുടങ്ങും. ഡിഗ്രി ഒക്കെ ഒന്നതായിട്ട് ഇൻഷാ അല്ലാ. ഇപ്പോ ഈ നിമിഷം എല്ലാവരും അറിയപ്പെടുന്ന ഒരു നൂർ ജലീലയായി എന്താണ് ഈ സമയത്ത് തോന്നുന്നത്? എല്ലാവരും അറിയപ്പെടുന്ന ഈ നൂർ ജലീലാവാനായിട്ട് ഇതിന് പിന്നിൽ ഒരുപാട് വേദനകളും അവഗണനകളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് LKG അഡ്മിഷൻ ചോദിച്ചു ചെന്ന ഒരു സ്കൂളിൽ എൻ്റെ വൈകല്യം പറഞ്ഞിട്ടാണ് മറ്റു കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് അഡ്മിഷൻ തരാണ്ട് 2 വട്ടം ഒഴിവാക്കി. പക്ഷെ അൽഹംദുലില്ലാ ആ സ്ഥലത്ത് തന്നെ എനിക്ക് ആനുവൽ ഡേ ഇനോഗ്രേഷനിൽ പോയി പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. ഇപ്പോൾ ഞാൻ വളരെയധികം സന്തോഷമാണ്. ഞാൻ ഏറ്റവും എന്താ പറയുക അൽഹംദുലില്ലാ ഫോർ എവറിത്തിങ് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ കുറേ എൻ്റെ ചെറിയ ചെറിയ അനുഭവങ്ങളും ഞാൻ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചെറിയ സ്പീച്ചിലൂടെ ഒക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ അവർക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. ഇതൊക്കെ ഓർക്കുമ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് പഠിച്ചവൻ എന്നെ ഇവിടേക്ക് ഈ ഭൂമിയിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു എന്താ പറയുക ടാസ്ക് ഞാൻ അച്ചീവ് ചെയ്തു എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തോന്നണം നമ്മൾ എന്താ പറയുക മരിച്ചു ചെല്ലുമ്പോൾ പഠിച്ചവൻ നമ്മളടുത്ത് ചോദിക്കുക നമ്മളെ സമയം, ആരോഗ്യം, സമ്പത്ത് എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് കുറേ ആളുകളിലേക്ക് കുറച്ചെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ പകർന്നു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഒരിക്കലും വന്ന വഴി മറക്കരുതെന്നാണ്. അതുകൊണ്ട് എന്താ പറയുക ഇനിയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഒരുപാട് ആളുകൾക്ക് എന്നെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കും ഒക്കെ ഒരു ചെറിയൊരു എന്താ പറയുക ഉഷാറുണ്ടാക്കാനായിട്ട് എനിക്ക് പറ്റണം എന്നൊരു ഇതുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ. പരിമിതികളെ പോസിറ്റീവാക്കാൻ നൂറൂന് കിട്ടുന്ന ശക്തി എന്താണ്? പഠിച്ചവനിൽ നിന്നാണ് കിട്ടുന്ന ശക്തി. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം എനിക്കുള്ള ഒരു ബുദ്ധിമുട്ട് എൻ്റെ പഠിച്ചവനെ ഇതിനെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളെന്നെ കാണുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ പഠിച്ച് മറ്റുള്ളവരെ വിഷമിപ്പിച്ച് ഒക്കെ ആയിരിക്കും ഞാനിരിക്കുക. ഈ പരിമിതികളാണെങ്കിലും അതിനെ എന്താ പറയുക നല്ല രീതിയിൽ കാണാനായിട്ട് എനിക്ക് പറ്റിയിരുന്നു എൻ്റെ പാരൻസിൻ്റെ സിസ്റ്ററിൻ്റെ സപ്പോർട്ടൊക്കെ കാരണം. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എനിക്കായാലും നിങ്ങൾക്കായാലും പല വേരിയേഷൻസിൽ പല പല പ്രശ്നങ്ങളുണ്ട്. സന്തോഷമാവില്ല എപ്പോഴും, സന്തോഷമായാലും രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിനെ സമീപിക്കുന്ന രീതിയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും സങ്കടമാണ്. പക്ഷേ ഞാൻ കരുതിയത് എനിക്ക് ഇത്രയെങ്കിലും ഉണ്ടല്ലോ, ഇതും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് ഉപ്പ പണ്ട് ചെറുപ്പത്തിൽ പേപ്പർ കട്ടിങ്സ് ഒക്കെ കാണിച്ച് തരുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആംപ്യൂട്ടീസിനെ പറ്റിയും ഒക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. പിന്നീട് എന്താ പറയുക ഞാൻ പാലിയേറ്റീവ് കെയറിൽ ഇറങ്ങിയപ്പോൾ അതിലും വലിയ ഉദാഹരണങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ പ്രശ്നത്തിനും ഒക്കെ സൊല്യൂഷൻ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ചില പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവും. നമ്മളിത് സമാധാനത്തോടെ നേരിടുമ്പോൾ അല്ലാതെ വെപ്രാളപ്പെട്ട് ആകെ ഇങ്ങനെ ടെൻഷൻ ആയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ നല്ലൊരു രീതിയിൽ എന്താ പറയുക ഫേസ് ചെയ്യണം. അപ്പോൾ ഏതൊരു പ്രശ്നവും നമുക്ക് ഈസി ആയിട്ട് വരും. പിന്നെ പഠിച്ചോ നമുക്ക് താങ്ങാൻ പറ്റുമെന്നൊക്കെ തരുള്ളൂ. അള്ളാഹു നമുക്ക് താങ്ങാൻ കഴിയുന്ന പ്രശ്നങ്ങളെ തരാറുള്ളൂ എന്ന് നൂർ എപ്പോഴും പറയാറുണ്ട്. നൂറിന് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നൂർ ജലീലയ്ക്ക് സ്നേഹോപഹാരം നൽകുവാൻ വേണ്ടി MGM സൗത്ത് ജില്ലാ സെക്രട്ടറി സഫൂറ തിരുവണ്ണൂരിനെ ക്ഷണിക്കുന്നു.
പോസിറ്റീവ് വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ കീഴടക്കിയ നൂർ ജലീലക്ക് MGMന്റെ കൃതജ്ഞത അറിയിക്കുന്നു. മെഡിക്കൽ എൻട്രൻസ് എക്സാമിൽ ഉന്നത വിജയം കൈവരിച്ച KP ആയിഷയെ വളരെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ സെക്രട്ടറിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയ ആയിഷ 2 വാക്ക് നമ്മോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ കാര്യം കൊണ്ടാണ് ഈ ഒരു സീറ്റ് കിട്ടിയത്. എന്നെപ്പോലെ വർക്ക് ചെയ്യുന്ന കുറേ പേര് കാണും. എന്നാലും ഇത് 16 ലക്ഷം പേര് എഴുതുന്ന ഒരു എക്സാമിൽ ഇങ്ങനെ റാങ്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കാര്യം കൊണ്ടാണ്. എന്നെപ്പോലെ പല കാരണങ്ങൾ കൊണ്ടും ബാക്കിലേക്ക് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും മുന്നോട്ടേക്ക് വരണം. ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും നീറ്റ് എക്സാം നേടാവുന്നത്. ഇവിടെ MGM പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നതായി ഞാൻ അറിഞ്ഞു. തീർച്ചയായും ഇതുപോലെയുള്ള പ്രോത്സാഹനങ്ങളൊക്കെ മുന്നോട്ടേക്കുള്ള പഠനത്തിന് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. ഇനി ഇവർ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ പോകട്ടെ. അതിനായി ഞാൻ പ്രാർത്ഥനകളും ആശംസകളൊക്കെ അറിയിക്കുന്നു. പഠനത്തെ പാൽപായസമാക്കി അറിവിൻ്റെ അക്ഷരക്കൂട്ടങ്ങളിലേക്ക് സഞ്ചരിച്ച KP ആയിഷക്ക് MGMന്റെ നന്ദി അറിയിക്കുന്നു. ധർമ്മധ്വനിക്ക് ആശംസകൾ അറിയിക്കാൻ MSM കോഴിക്കോട് സൗത്ത് ജില്ലാ സെക്രട്ടറി നസീൽ ചാലിയത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ എന്ന പ്രമേയത്തിൽ MGM കോഴിക്കോട് സൗത്ത് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ധർമ്മധ്വനി എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഈ ഒരു പരിപാടി ഒരുക്കിയ MGM കോഴിക്കോട് സൗത്ത് ജില്ലാ സമിതിക്ക് അതുപോലെ ഈ പരിപാടിക്കും എല്ലാവിധ ആശംസകളും MSM കോഴിക്കോട് സൗത്ത് ജില്ലാ സമിതിയുടെ പേരിൽ നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ധർമ്മധ്വനിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച MSM കോഴിക്കോട് സൗത്ത് ജില്ലാ സെക്രട്ടറി നസീൽ ചാലിയത്തിന് MGMന്റെ നന്ദി അറിയിക്കുന്നു. ധർമ്മധ്വനിക്ക് ആശംസകൾ അറിയിക്കാൻ MGM സ്റ്റുഡൻസ് വിംഗ് പ്രസിഡന്റ് നദ നസ്രീനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രതിസന്ധികളിൽ നിന്നും പുതിയ പുതിയ അവസരങ്ങൾ നെയ്തെടുത്തവരാണ് നാം. പ്രതീക്ഷകളുമായി പുതിയ പുലരികളെ കാത്തിരുന്നവർ. പ്രയാസത്തിൻ്റെ നാളുകളിലും പ്രവർത്തന പദത്തിൽ പതറാതെ മികച്ചു നിന്നത് അകമഴിഞ്ഞ പ്രാർത്ഥനകൾ പകർന്ന കരുത്തുകൊണ്ട് മാത്രമാണ്. ദൈവനിഷേധത്തിൻ്റെയും അനീതികളുടെയും മുറവിളികൾക്കുള്ളിൽ നിന്ന് ധർമ്മധ്വനി ഒരു പുതുചരിതമെഴുതുകയാണ് ഇവിടെ. ഈ ഒരു സംഗമത്തിന് MGM സ്റ്റുഡൻസ് വിംഗ് കാലിക്കറ്റ് സൗത്ത് ജില്ലാ സമിതിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ധർമ്മധ്വനിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച കോഴിക്കോട് സൗത്ത് ജില്ലാ സ്റ്റുഡൻസ് വിംഗ് പ്രസിഡന്റ് നദ നസ്റിന് MGMന്റെ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് ഔപചാരികമായി നന്ദി അറിയിക്കുന്നതിനു വേണ്ടി MGM കോഴിക്കോട് സൗത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാത്തൈക്കുട്ടി ടീച്ചറെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. KNM മർക്കസ് ദഅ്വ വിഭാഗത്തിൻ്റെ ആദർശ ക്യാമ്പയിൻ്റെ ഭാഗമായി കോഴിക്കോട് സൗത്ത് ജില്ല MGM സംഘടിപ്പിച്ച ധർമ്മധ്വനി. ഈ ധർമ്മധ്വനിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച നമ്മുടെ ബഹുമാന്യയായ പ്രസിഡന്റ് മറിയക്കുട്ടി ടീച്ചർക്ക് സന്തോഷപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ധർമ്മധ്വനിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിച്ച അരൂർ MLA ഷാനിമോൾ ഉസ്മാന് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ ആമുഖ ഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച നമ്മുടെ പ്രിയങ്കരിയായ സെക്രട്ടറി സഫൂറ തിരുവണ്ണൂരിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇസ്ലാമിലെ സ്ത്രീ കരുത്തും കാവലും എന്ന വിഷയത്തെ ആസ്പദമാക്കി സരസമായി സംസാരിച്ച സൈനബ ഷറഫിയക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിർമ്മാർജ്ജനം ചെയ്യാൻ സ്ത്രീകൾ വഹിച്ച പങ്കിനെക്കുറിച്ച് വളരെ ലളിതമായി സംസാരിച്ച അബ്ബാസ് സുല്ലമിക്ക് MGMന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത് തൻ്റെ പരിമിതികളെ നെഞ്ചോട് ചേർത്ത് പാടാനും വരയ്ക്കാനും കൗൺസിൽ നടത്താനും സർവോപരി
അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തൻ്റെ കഴിവുകൾ പുറത്തെടുത്ത് നൂർ ജലീല എല്ലാവർക്കും ഒരു പ്രകാശം തന്നെയാണ്. നൂർ ജലീലയ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി നമ്മുടെ അനുമോദനം ഏറ്റുവാങ്ങിയ നമ്മോട് സംസാരിച്ച KP ആയിഷയ്ക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. കൂടാതെ ധർമ്മധ്വനിക്ക് ആശംസയർപ്പിച്ച് സംസാരിച്ച KNM പ്രസിഡന്റ് മജീദ് സുല്ലമി, ISM പ്രസിഡന്റ് ഉസ്മാൻ സിറ്റി, MSM സെക്രട്ടറി നസീൽ ചാലിയം, MGM സംസ്ഥാന ട്രഷറർ റുക്സാന വാഴക്കാട്, സ്റ്റുഡൻസ് വിംഗ് പ്രസിഡന്റ് നദ നസ്രീൻ എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. ഈ ധർമ്മധ്വനി കേൾക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. അവരോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല.